ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചമാരെ, ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറി മൂവിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് തന്നെ നിധിവേട്ട. കിടിലെന്ന് പറഞ്ഞാൽ കിടിലം വിഷ്വൽസ്, ആക്ഷൻസ്, കോമഡി, എന്തെല്ലാം വേണ്ടത് അതൊക്കെ ഉണ്ട്. കഥയുടെ അവസാനത്തെ ആ ഒരു 15 മിനിറ്റ് ത്രില്ല് എന്ന് പറഞ്ഞാൽ ത്രില്ലോട് ത്രില്ലായിരിക്കും. അതുപോലെ തന്നെ ഗംഭീര വിഷ്വൽസും, ആ ഒരു നിധി തേടി പോകുന്ന ആ യാത്ര, കടല്, അത്ഭുത ദ്വീപുകള്, അവിടുത്തെ രഹസ്യങ്ങള്, എന്തായാലും നല്ല കിടിലം കഥ. വിഷ്വൽ കൊണ്ടും അതുപോലെ തന്നെ കഥ കൊണ്ടും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ട് നല്ലൊരു ചായയൊക്കെ വെച്ചിട്ട് സോഫയിലൊക്കെ പോയിരുന്ന് ആസ്വദിച്ച് ഈ ഒരു കഥ കേട്ടോ. അപ്പൊ നമ്മൾ ആ ഒരു കഥ പറയാൻ തുടങ്ങുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ പഴയ കാലത്തെ കൊറിയയിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു രാജ്യം. ആ രാജ്യത്തില് ഇപ്പൊ ആഭ്യന്തര കലാപമുണ്ട്. പുറത്തുനിന്ന് ചില പട്ടാളക്കാർ വന്ന് ഇവിടെ ആക്രമിക്കുന്നുണ്ട്. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ആ നാട്ടിലെ സ്വാർത്ഥനായിട്ടുള്ള പട്ടാളക്കാരുടെ ജനറൽ, ഇയാൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു 16 പടനായകന്മാരുമായിട്ട് നേരെ ആ നാട്ടിലെ ഖജനാവിലേക്ക് പോവുകയാണ്. കാരണം അവിടെയുള്ള എല്ലാ സമ്പത്തും അടിച്ചു മാറ്റാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടുത്തെ കാവൽക്കാരായിട്ടുള്ള പട്ടാളക്കാർ പറയുന്നുണ്ട്, നാട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു പണം മോഷ്ടിക്കാൻ വേണ്ടി വരണോ? അത് നമ്മുടെ നാടിന് ആപത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാതെ ഒരൊറ്റ വെട്ടിന് ആ കാവൽക്കാരനെ കൊന്നുകളയാണ്. എന്നിട്ട് രാജാവിന്റെ ആ ഒരു ഖജനാവിൽ നിന്നും അത്രയും വലിയ ആ ഒരു സമ്പത്തുമായിട്ട് ഇവനെ ഇവിടുന്ന് കടന്നു കളയാണ് നേരെ കടലിലേക്ക്. കോരിച്ചൊരിയുന്ന മഴ, ഇടിയും മിന്നലും, ഭയങ്കരമായിട്ട് ക്ഷോഭിക്കുന്ന ആ ഒരു കടല്. ഇതിലൂടെ ആ ജനറൽ അയാള് മോഷ്ടിച്ച ആ ഒരു സ്വർണ്ണ നാണയങ്ങളുമായിട്ട് പോവാണ് ആ കപ്പലിൽ. നിറയെ അളവറ്റ സമ്പത്തായിരുന്നു ആ ഒരു കപ്പൽ ആ നേരെ ഉണ്ടായിരുന്നത്. മാത്രല്ല ഇവര് പൊക്കോണ്ടിരുന്ന ആ ഒരു കപ്പലിന്റെ കൊടി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഡ്രാഗന്റെ പിക്ചറായിരുന്നു അതിൽ. എന്നാൽ പിന്നീട് ഈ ഒരു ജനറലിനോ ഇയാൾ കൊണ്ടുപോയ ആ ഒരു നിധിക്കോ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ഇവിടെയാണ് ഈ ഒരു പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ദ പൈററ്റ്സ് ലാസ്റ്റ് റോയൽ ട്രഷർ. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കടലിന്റെ ഒരു ഭാഗത്ത് കാണിക്കുകയാണ്. അവിടെ തകർന്നു കിടക്കുന്ന ഒരു പലകയുടെ കഷ്ണം. അതിലങ്ങനെ മരിക്കാറായി കിടക്കുന്ന കുറച്ചധികം ആൾക്കാർ. ഇവന്മാരെല്ലാവരും കള്ളന്മാരാണ്. എന്തോ ഒരു അബദ്ധവശാല് രക്ഷപ്പെടാൻ വേണ്ടി കടലിൽ ചാടി അവസാനം ഇങ്ങനെ വന്ന് പെട്ടതാണ്. പട്ടിണി കിടന്ന് വെള്ളവുമില്ല ഭക്ഷണവും ഇല്ലാതെ ചാവാനായി കിടക്കുകയാണ് എല്ലാവരും. ഇതിനെല്ലാത്തിനും കാരണം ഇവരുടെ ലീഡറായിട്ടുള്ള നമ്മുടെ കഥാനായകനായിട്ടുള്ള ഗോങ് ആണ്. ഇവരാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ ഒരാൾ അവനെ കൊല്ലാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു നിഴല് ഇവരുടെ മേത്ത് വന്ന് വീഴാണ്. പയ്യെ തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയൊരു കപ്പലായിരുന്നു. കപ്പൽ എന്ന് വെച്ചാൽ പൈററ്റ്സ്, കടൽ കൊള്ളക്കാരന്മാരുടെ കപ്പലായിരുന്നു. അതിന്റെ ലീഡർ എന്ന് പറയുന്നത് ഒരു ലേഡിയാണ്, ഹാന്, നമ്മുടെ കഥാനായിക. തൽക്കാലം ഹാന് ഈ ചാകാൻ കിടന്ന നമ്മുടെ ടീമിനെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ ഒരു കപ്പലിലേക്ക് ഇവർ വന്ന് കയറിയിട്ട് ഒരു 3 മാസമായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കപ്പലിലേക്ക് വന്ന് കയറിയാൽ മര്യാദക്ക് പണിയെടുക്കണമല്ലോ. പ്രധാനമായിട്ടും നമ്മുടെ കഥാനായകനായിട്ടുള്ള ഗോങ് വെറുതെ കിടന്നുറങ്ങാണ്. ഒരു മീനിങ് കൊണ്ടുവന്ന് ഇവന്റെ മുഖത്തിട്ട് ഒരൊറ്റ അടി അടിച്ചിട്ട് കിടന്നുറങ്ങാണ്ട് പോയി പണിയെടുക്കണമെന്ന് പറയണം. ഈ മടിയൻ പിള്ളേര് പിന്നീട് തലചൊറിഞ്ഞ് എഴുന്നേൽക്കില്ലേ, അതുപോലെ നമ്മുടെ ഗോങ് അങ്ങ് എഴുന്നേൽക്കുകയാണ്. മാത്രല്ല കുറെ കാലമായിട്ട് ഇവർ കടലിൽ തന്നെയാണ്. അവിടെ കിട്ടുന്ന മീനിങ് കഴിച്ചുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. സോ ആ കൂട്ടത്തിൽ ചില ആൾക്കാർ, പ്രത്യേകിച്ചും ഒരു ഷാൻ എന്ന് പേരുള്ള ഒരാൾ, ഇയാൾ ഈ ഒരു മീൻ ഇങ്ങനെ കഴിച്ച് ഇയാൾക്ക് ആകെ മടുത്തിട്ടുണ്ട്, എനിക്കൊന്നും വേണ്ട ഇത് എന്നിട്ട് വലിച്ചെറിയാണ്. ആ ഭക്ഷണ സാധനം അല്ലെങ്കിൽ ആ ഒരു മീൻ നേരെ ചെന്ന് വീഴുന്നത് നമ്മുടെ ഹാന്റെ കാൽച്ചുവട്ടിലാണ്. ഭയങ്കരമായിട്ട് അവൾക്ക് ദേഷ്യം വന്നു. അതുപോലെ തന്നെ ഹാനിന്റെ വലങ്കൈ ആയിട്ടുള്ള ഒരാളും ഈ ഒരു കപ്പലുണ്ട്. ഒരു കോമഡി പീസാണ്. തൽക്കാലം നമുക്ക് അവനെ ബുഗൻചോ എന്ന് വിളിക്കാം. അങ്ങനെ ഈ ബുഗൻചോയും ഹാനും കൂടെ മുകളിലേക്ക് കയറി വരികയാണ്. ആരാണ്ടാ ഭക്ഷണം എടുത്ത് വലിച്ചെറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഈ ഷാനിന്റെ കൂടെ ഉണ്ടായിരുന്നവര് ഷാനിനെ കാണിച്ചു കൊടുക്കുകയാണ്. അറിയാതെ പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം, പണി തരരുത് എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുകയാണ്. ഇതേ നേരം തന്നെ കപ്പലിൽ മുകളിൽ ചുറ്റുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാൾ നിർത്തിയിട്ടുണ്ടാവുമല്ലോ. ഇയാൾ അയാളുടെ ആ ഒരു ടെലിസ്കോപ്പിലോട്ട് നോക്കുമ്പോൾ ദൂരെ നിന്നും ഒരു കപ്പൽ കാണാണ്. ഉറക്കനെ വിളിച്ചു പോവാണ്, ഒരു കപ്പൽ കണ്ടു. സോ ഇവരെല്ലാവരും കടൽ കൊള്ളക്കാരാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? ആ കണ്ട കപ്പലിനെ ഇവർ കൊള്ളയടിക്കാൻ വേണ്ടി പോവാ. കണ്ടപ്പോ തന്നെ സന്തോഷമാവാണ്. കാരണം അതൊരു ജപ്പാൻ കപ്പലാണ്. ഉറപ്പായിട്ടും അതിൽ നല്ല ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഇവരുടെ ടീമില്, അതായത് ഹാനിന്റെ വലങ്കൈ ആയിട്ടുള്ള ആ ഒരു ബുഗൻചോ ഉണ്ടല്ലോ, അവരിങ്ങനെ ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്, നമ്മളിനി പോത്തും പന്നിയൊക്കെ കഴിക്കാൻ പോവാണ്. ഈ സമയത്ത് നമ്മുടെ കഥാനായകൻ ഗോങ് ഒന്നാളാകാൻ വേണ്ടിട്ട് പറയാണ്, ഇത്തവണ നിങ്ങൾ ഒരു പണി എടുക്കണ്ട, ഞാനും എന്റെ പിള്ളേരും കൂടെ ആ ഭക്ഷണം നിങ്ങൾക്ക് കൊണ്ടുതരുന്ന പറയണം. അങ്ങനെ ഭയങ്കര ആവേശത്തിൽ ആ കപ്പൽ നേരെ ജപ്പാൻകാരുടെ അടുത്തേക്ക് അടുപ്പിക്കുകയാണ്. എന്നിട്ട് ഈ കുളത്തുള്ള കയറുണ്ടല്ലോ, ഇത് വെച്ച് ഈ കപ്പൽ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഗോങ്ങും, അതായത് ഹീറോയും ടീമിനും ആവേശം കാരണം ഒന്ന് ഹീറോ ആകാൻ വേണ്ടിയിട്ട്, ഒന്ന് ആളാകാൻ വേണ്ടിയിട്ട് ഇവരുടെ കപ്പലിൽ നിന്ന് മറ്റേ കപ്പലിലേക്ക് അത് അടുത്തെത്തുന്നതിന് മുന്നേ തന്നെ എടുത്തങ്ങോട്ട് ചാടുകയാണ്. ആഹാ, നല്ല ഹീറോയിസ് എന്ന് പറഞ്ഞിട്ട് ചാടിയതാണ്. പക്ഷെ നമ്മുടെ ഹീറോ ഒഴികെ ബാക്കി ഒറ്റ ഒരുത്തേനും ആ കപ്പലിൽ എത്തിയില്ല. എല്ലാം തലയടിച്ച് ആ വെള്ളത്തിലേക്ക് വീഴുകയാണ്. ഇനിയിപ്പോ നമ്മുടെ ഹീറോ, അതായത് ഗോങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെയോ അതിന്റെ ആ ഒരു പടിയിൽ ചവിട്ടി നിന്ന് ഇങ്ങനെ ബാലൻസ് ചെയ്ത് അവൻ ഒരു വിധത്തിൽ നിൽക്കുകയാണ് അവിടെ. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വരണോ എന്നിപ്പോ ഹാനി ചോദിക്കുമ്പോൾ ഏയ് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളെന്ന് പറഞ്ഞിട്ട് അരയിന്ന് വാൾ എടുക്കാൻ നോക്കുമ്പോൾ സാധനം കാണാനില്ല. ഈ ആവേശത്തിൽ എടുത്ത് ചാടിയപ്പോ എടുക്കാൻ മറന്നുപോയി. ആഹാ മൂഞ്ചി എന്ന് വിചാരിച്ചു നോക്കുമ്പോ തൊട്ടടുത്തുണ്ടായിരുന്ന ആള് ആശാനെ എന്റെ വാൾ എടുത്തെന്ന് പറയാണ്. ആടെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാള് പിടിക്കുകയാണ്. വാള് കൊടുക്കാൻ നിന്നപ്പോ മറ്റേ ആള് പിടുത്തം വിട്ട് നേരെ വെള്ളത്തിലേക്ക് വീഴുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയുടെ കയ്യിൽ കിട്ടിയത് ആ വാളിന്റെ ഉറ മാത്രം. അങ്ങനെ ആ ഉറ കയ്യിലും പിടിച്ചിട്ട് അത് വാളാണെന്ന് കരുതിയിട്ട് കൊലവിളി വിളിക്കുകയാണ്. എന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഹാന് വിചാരിക്കുന്നത് ശരിക്കും മണ്ടനാണോ? വെയിൽ അടിച്ചടിച്ചടിച്ചടിച്ച് അവന്റെ ബുദ്ധി മുഴുവൻ പോയോ? എന്തായാലും
കൊലവിളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗോങ് നോക്കുമ്പോൾ കയ്യിലുള്ളത് വാളല്ല, വാളിന്റെ ഉറയാണെന്ന് മനസ്സിലായി. പെട്ടു. എന്നാലും വീണാൽ 4 കാലിൽ വീഴുന്ന പൂച്ചയുടെ സ്വഭാവമാണ് ഈ ഒരു ഗോങ്ങിന്. അതുകൊണ്ട് തന്നെ ആ ഉറയുമായിട്ട് അതിന്റെ ഉള്ളിലേക്ക് ചാടി ഇറങ്ങാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കോമഡി പീസ് അല്ല പൂർണ്ണമായിട്ടും. ആള് പണ്ടൊരു പട്ടാളക്കാരനൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ ഒരു സ്കില്ല് അവന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ആ വാളിന്റെ ഉറ വെച്ച് അത്രയും ആൾക്കാരെ അവൻ ഒറ്റയ്ക്ക് നേരിടുകയാണ്, ഉഗ്രനായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കണ്ട് ഹാന് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവളും ഒരു ആയുധം എടുത്ത് ഇറങ്ങാണ്. എന്നാൽ നമ്മുടെ ഗോങ്ങിന്റെ കയ്യിൽ ആയുധം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പിള്ളേര് തൊട്ടാപിടുത്തം കളിക്കില്ലേ, അതുപോലെ ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ കാണുന്ന ഓരോ സാധനങ്ങളൊക്കെ അവരുടെ ദേഹത്ത് മറിച്ചിട്ടുകൊണ്ട് ഗോങ് രക്ഷപ്പെടുന്നുണ്ട്. ഇതിനിടയിലെ ഹാന് ഒരു കത്തി അവനെ വിളിച്ച് അവന് നേരെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ അവന്റെ കിഡ്നി തന്നെ തുളച്ചു പോകാനെ. പക്ഷെ എങ്ങനെയൊക്കെയോ ഗോങ് ആ ഒരു കത്തി പിടിക്കുകയാണ്. പിന്നീട് ഹാന് പറയാണ്, നീയല്ലേ പറഞ്ഞ ആയുധം കയ്യിൽ കിട്ടിയ എന്തൊക്കെയോ മല മറിക്കുന്നു, എന്നാ കാണട്ടെ എന്ന് പറയണം. അടുത്ത നിമിഷം തന്നെ ഗോങ് അവന്റെ ആ ഒരു സ്കില്ല് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ആയുധം ഉപയോഗിക്കുന്ന കാര്യത്തിൽ അഗ്രഗണ്യൻ, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള വേഗത എല്ലാം കൊണ്ട് ആയപ്പോ ഈ ജപ്പാൻകാരെ മുഴുവനായിട്ടും ഗോങ് ഒറ്റയ്ക്ക് തോൽപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു യുദ്ധത്തിൽ തോറ്റു നിൽക്കുന്ന ജപ്പാൻകാരുടെ അടുത്തേക്ക് ഹാന് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നത്? ഇത് ഞങ്ങളുടെ ഏരിയ അല്ലേ? എന്ന് ഈ വന്ന ആൾക്കാർക്ക് ജപ്പാൻ ഒഴികെ ബാക്കി ഓരോ ഭാഷ അറിയില്ലായിരുന്നു. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഷാന് ജപ്പാൻ ഭാഷ അത്യാവശ്യം നല്ല വശം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരെന്താ സംസാരിക്കുന്നതെന്ന് ഹാന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് ഇതേ സമയത്ത് തന്നെ ഇറച്ചിയും ബീഫും പത്തലൊക്കെ എടുക്കാൻ പോയ നമ്മുടെ ഈ ഹാനിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള പുകഞ്ചോ വന്നിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ളക്കടയാടി മക്കൾ ഭയങ്കരമായിട്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം എന്ന് ഹാൻ ചോദിച്ചപ്പോ കപ്പൽ മുഴുവനായിട്ട് വരിച്ചു പരിശോധിച്ചു, ഒരിലത്തണ്ട് വരെ ഇതിന്റെ ഉള്ളിൽ ഇല്ല എന്ന് പറയാണ്. ഇവരാകെ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്നത് ഉണക്കമീനാണ്. അതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ പച്ചമീൻ തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഉണക്കമീനും കഴിച്ച് ഇത്രയും യാതന സഹിച്ചുകൊണ്ട് ഇവർ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഇതിന്റെ പിന്നിൽ ഉണ്ടാവുമല്ലോ. അതെന്താണെന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. അതായത് ഹാന് ചോദിക്കുകയാണ്. എന്ന് ഇവരാരും മിണ്ടുന്നില്ല. സോ ഹാൻ എല്ലാവരെയും കൊല്ലുമെന്ന് ഭയപ്പെടുത്തിയത് കൊണ്ട് തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ പറയാന്ന് പറയണം. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ജപ്പാൻകാരൻ ചാടി വന്നിട്ട് ഈ കുട്ടിയെ കൊല്ലാൻ നോക്കുമ്പോൾ നമ്മുടെ ഒരു ഹാൻ ഉണ്ടല്ലോ, ഹീറോയിൻ, അവളുടെ കൂട്ടത്തിൽ ഒരു നല്ല അടിപൊളിയായിട്ട് അമ്പ് ചെയ്യുന്ന ഒരുത്തനുണ്ട്. തൽക്കാലം നമുക്ക് അവനെ ആർഷർ എന്ന് വിളിക്കാം. അവൻ അയച്ച ആ അമ്പ് ഈ ജപ്പാൻകാരന്റെ കയ്യിൽ വന്ന് തട്ടുകയാണ്. ആ ഒരു കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പൊ ഹാന് വന്ന് ചോദിക്കുകയാണ്, മോനെ നീ എന്താ പറയാൻ വന്നത്? ഇപ്പൊ ഈ ചെറുക്കൻ പറയാണ്, ഞങ്ങളൊരു നിധി തേടി വന്നതാ. നിധിയോ? നിധി എന്ന് കേട്ടപാട് ഈ കഥ കേൾക്കുന്ന നിങ്ങളുടെ കണ്ണ് എത്രത്തോളം ഇങ്ങനെ തിളങ്ങി വരുവോ അതിനേക്കാൾ ഒരു 1000 ഇരട്ടിയായിട്ട് നമ്മുടെ ഈ ഒരു കടൽ കൊള്ളക്കാരുണ്ടല്ലോ, ഇവരുടെ കണ്ണങ്ങ് തിളങ്ങാൻ തുടങ്ങുകയാണ്. നിധിയോ അങ്ങോട്ടേക്ക് പോകാനുള്ള വല്ല മാപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെക്കൻ കൈ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കപ്പലിന്റെ ഉള്ളിൽ പോയപ്പോൾ ചെറിയൊരു മാപ്പ് കാണുന്നുണ്ട്. അതിൽ എന്തൊക്കെയോ കുത്തി വരച്ചിട്ടുണ്ട്. വ്യക്തമായിട്ടൊരു തേങ്ങി മനസ്സിലാകുന്നില്ല. എന്നാൽ ആ നിധിയുടെ പിന്നിലുണ്ടായിരുന്ന ആ കഥ അത് ഇവർക്ക് മനസ്സിലായി. അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ ചതിയനായിട്ടുള്ള ഒരു ജനറലിനെ കണ്ടില്ലേ, ചക്രവർത്തിയുടെ ആ ഒരു സ്വർണ്ണ നാണയങ്ങൾ എല്ലാം അടിച്ചു മാറ്റി 16ഓളം പടനായകന്മാര് ഇയാളുടെ കൂടെ നിന്ന് ആ നിധിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു വലിയ സ്വത്തുമായിട്ട് ഇവർ കടലിലേക്ക് രക്ഷപ്പെട്ടായിരുന്നല്ലോ. എന്നാൽ ചക്രവർത്തിയുടെ ആൾക്കാർ ഈ ജനറലിനെ കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ 16ഓളം പടനായകന്മാരെയും കണ്ടുപിടിച്ചു. എല്ലാത്തിനെയും തട്ടിക്കളഞ്ഞു. പക്ഷെ ഇതുവരെയായിട്ടും അന്ന് അവന്മാർ കൊണ്ടുപോയ ആ ഒരു നിധി അല്ലെങ്കിൽ ആ ഒരു വലിയ സമ്പത്ത് അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതിലേക്കുള്ള വഴിയാണിത്. എന്തായാലും ഇതിങ്ങനെ ഇവർ പറയുമ്പോൾ മുകളിൽ നിന്നും ഈ പലകയിൽ ചെവിടും വെച്ച് മുകളിലുള്ള എല്ലാവരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, നിധി എന്ന് പറഞ്ഞാൽ ആർക്കാടോ താല്പര്യമില്ലാത്തത്. എന്തായാലും ആ ഒരു മാപ്പ് നോക്കുമ്പോൾ ഒരു ഐലൻഡ്, ഒരു ദ്വീപിന്റെ ഒരു ദിശ ഇവർക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ദിശയിലേക്ക് ഇവർ പോയി നോക്കുമ്പോൾ ചെറിയൊരു ദ്വീപിലേക്ക് ഇവർ എത്തി. അങ്ങനെ എത്തി നോക്കി അവിടെ ഫുള്ളായിട്ട് അരിച്ചു പെറുക്കി ഒരു മണ്ണാങ്കട്ടിയും കിട്ടുന്നില്ല. ആകെ നിരാശയായി. ആ ഒരു മാപ്പും കയ്യിൽ വെച്ച് നമ്മുടെ ഹാൻ ഇങ്ങനെ ആ നിരാശയിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന് ഗോങ് പറയാണ്, മേഡം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. അതായത് കടലിൽ നിങ്ങൾ വലിയ രാജാവായിരിക്കും, പക്ഷെ കരയിലെത്തിക്കഴിഞ്ഞാൽ കില്ലാടി ഞാനാണ്. ആ മാപ്പ് ഒന്നിങ്ങോട്ടേക്ക് തിരികെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നല്ല ഈഗോ ഉണ്ടായിരുന്ന നമ്മുടെ ഹാൻ ഉണ്ടല്ലോ, ആ ഒരു മാപ്പ് അവന്റെ കയ്യിൽ കൊടുക്കാതെ നിലത്തിട്ട് കൊടുക്കണം, എന്താച്ചാ കാട്ടിയെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ ഗോങ് ആ ഒരു മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു സ്ഥലം ഒരു ആനക്കൊമ്പ് കൊണ്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ രഹസ്യം ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചു തരാനുണ്ട്. അവൻ കുറെ നേരം അതിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇവരുടെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഗുഹയുണ്ട്. അതിന്റെ ഉള്ളിൽ ഫുള്ള് ഇരുട്ടാണ്. ഇതിനുള്ളിൽ നിന്നും ഒരു മാട് പുറത്തേക്ക് പാഞ്ഞു വരികയാണ്. ഇത് കണ്ട വാട് തന്നെ ഇവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം എന്തായിരിക്കും, ഇത്രയും കാലം മീനും തിന്ന് ജീവിച്ചല്ലേ, ഇനിയിപ്പോ മാട്ടിറച്ചി തിന്നാലോ, വാടാ ആദ്യം ഇറച്ചി തിന്നാം എന്നിട്ട് മതി നീതി വേട്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോങ്ങും അവന്റെ കൂടെ കുറച്ച് പിള്ളേരും കൂടെ ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് ഓടുകയാണ്. എന്നാൽ ഇവർ അതിന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഹാനും അവളുടെ ആൾക്കാരും മറ്റൊരു കാര്യം കാണുന്നത്. ഈ ഗുഹയുടെ മറുഭാഗത്തൂടെ ഒരു 1000ഓളം മാടുകൾ പാഞ്ഞു വരികയാണ്. അതിന്റെ മുന്നിലെങ്ങാനും പെട്ടാൽ ഇവന്മാര് ചമ്മന്തിയായി പോകും. എന്നാൽ ഇവർക്ക് സൂചന കൊടുത്തു. അത് ഇവർ കേൾക്കുന്നതിന് മുന്നേ ഗുഹയുടെ ഉള്ളിലേക്ക് ഇവർ പോയി ഭയങ്കര ആർത്തിയോടെ. അങ്ങനെ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഇവർ പോയി നിൽക്കുമ്പോഴാണ് പാഞ്ഞു വരുന്ന ഈ മാടുകളെ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഗോങ് പറയാണ്, സുശീല നമ്മൾ പെട്ടു, തിരിഞ്ഞോടിക്കോ. എന്തായാലും പുറത്തുണ്ടായിരുന്ന ആൾക്കാർ, അതായത് ഹാനും അതുപോലെ തന്നെ വലങ്കയായിട്ടുള്ള ബുഗഞ്ചോ, ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കല്ലിൽ അമർത്തി പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. ബാക്കിയുള്ള ഒരുവിധം ആൾക്കാർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഇപ്പൊ ഹാന് നോക്കുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരാളെ മാത്രം കാണുന്നില്ലല്ലോ, ഗോങ്. ഈ ഗോങ്ങിനെ ഒരു മാട് വന്നിട്ട് അതിന്റെ കൊമ്പിൽ കൊളത്തിക്കൊണ്ട് പോവാണ്. ഹാൻ ഇപ്പൊ ഗോങ്ങിനെ നോക്കുകയാണ്, ഗോങ് ഇപ്പൊ ഹാങ്ങിനെ നോക്കുകയാണ്. അപ്പൊ ശരി അടുത്ത വെള്ളിയാഴ്ച കാണാന്ന് പറയണം. നേരെ കൊണ്ടുപോവാണ്. പോത്തല്ലേ ഭയങ്കര ദേഷ്യം
വിഷയമായിരിക്കല്ലോ, എടുത്തിട്ട് കറക്കൽ ഇവൻ തെറിച്ച് പോയിട്ട് ആ കൊക്കയിലൊക്കെ അങ്ങ് വീഴാണ്. നിലവിളിച്ചുകൊണ്ട് നമ്മുടെ ഗോങ്ങിന്റെ ആൾക്കാർ മുഴുവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ആളുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര വിഷമം കേട്ടോ, വലിയ കൊക്കയാണ്. കുറച്ച് വിഷമത്തോട് കൂടിയിട്ട് നമ്മുടെ ഹീറോയിൻ ഹാന് അവിടെ വന്നിട്ടിരിക്കുന്നുണ്ട്. അവന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ചെറിയൊരു മാലയും വെക്കുകയാണ്. എന്നാൽ ശരിക്കും ഗോങ്ങിനെ നോക്കുകയാണെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ താഴേക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നില്ല. ആ ചെരുവിൽ തന്നെ ഒരു മരത്തിൽ പിടിച്ചു നിന്ന് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ മുകളിലേക്ക് കയറാൻ നോക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് നമ്മുടെ മച്ചാൻ ഒരു കാര്യം കാണുകയാണ്. ഒരു പഴയ ആനക്കൊമ്പ്, അതിന്റെ അടിയിൽ കെട്ടിവെച്ച ഒരു കയർ. ഇത് കണ്ടപാട് തന്നെ ഗോങ് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുകയാണ്. കാരണം ഇതിലൂടെയാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് ഇവർക്ക് പോകാൻ കഴിയും. അങ്ങനെ ഒരു വിധത്തില് ആ ഒരു ആനക്കൊമ്പ് എടുത്ത് അവൻ നേരെ മുകളിലേക്ക് വരികയാണ്. അണ്ണന്മാരെ, മച്ചാനൊന്നും പറ്റിയിട്ടില്ല കേട്ടാ. ഇതും പറഞ്ഞ് അവനൊരു ചിരിയാണ്. കണ്ടപാട് തന്നെ നമ്മുടെ ഹാന് ഭയങ്കര സന്തോഷമായി. അവളൊന്ന് ചിരിക്കുകയാണ്. അവനെ പിടിക്കാനായിട്ട് ഒരു സ്ലോ മോഷനിലെ ഹാൻ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ആഹാ, അവന് ആ ഒരു റൊമാൻറ്റിക്കിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓടി വന്ന ഹാന് അവനെ മൈൻഡ് ആക്കാതെ അവന്റെ അരയിലുണ്ടായിരുന്ന ആ ആനക്കൊമ്പ് എടുക്കുകയാണ്. അവള് സന്തോഷിച്ചത് വേറൊന്നും കണ്ടല്ല, അവന്റെ അരയിലുണ്ടായിരുന്ന ആ ആനക്കൊമ്പ് കണ്ടിട്ടാണ്. അതെടുത്ത പാട് തന്നെ നമ്മുടെ ഹീറോയെ മൈൻഡ് ആക്കാതെ അതിലുള്ള ഓരോ ഹിന്റിലേക്കും അവള് നോക്കുമ്പോൾ ഇത് തന്നെ നിധിയിലേക്ക് എത്താനുള്ള ഒരു വഴി. ഇതിനുശേഷം ഹാൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഇനി നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഞാൻ ഒരു കാര്യം പറയാണ്. എനിക്ക് എന്റെ ടീമുണ്ട്, കടൽക്കൊള്ളക്കാരാണ്. അതുപോലെ നിങ്ങളും, അതായത് ഗോങ്ങിന്റെ ആൾക്കാരോട് പറയുന്നത്, എന്റെ കൂടെ ചേർന്ന് കടൽക്കൊള്ളക്കാരാവുകയാണെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് ആ ഒരു നിധി എടുക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോ അറിയാം. എന്തിനാണ് ഈ മണ്ടൻ ലീഡർ, അതായത് ഗോങ്ങിന്റെ കൂടെ പോകുന്നത്? ഇവരുടെ കൂടെ തന്നെ പോകാന്ന് പറഞ്ഞിട്ട് ഈ ഗോങ്ങിന്റെ ആൾക്കാർ നേരെ ഹാൻഡ് കൂടെ പോവാണ്. എന്നാൽ നല്ല ഈഗോ അടിച്ച ചതിക്കും കൂടെ ചെയ്ത് ഈ ഹാൻഡ് കൂടെ പോകാനായിട്ട് നമ്മുടെ ഗോങ്ങിന് തീരെ പറ്റിയില്ല. അവൻ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതിന് ശേഷമാണ് കഥയുടെ വില്ലനെ കാണിക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. വില്ലനെ കാണിക്കുമ്പോൾ തന്നെ ഇയാള് നല്ലൊരു ഉഗ്രൻ പോരാളിയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫൈറ്റിനൊടുവിൽ തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഈ വില്ലൻ കൊന്നു കളയുന്നുണ്ട്. ഇയാളും ഒരു പടനായകൻ തന്നെയാണ്. അപ്പോൾ ഇയാളെ കാണാനായിട്ട് ഇയാളുടെ ആ ഒരു പോരാട്ട വീര്യം കണ്ട് അങ്ങോട്ടേക്ക് ചക്രവർത്തി വന്നിട്ടുണ്ട്. അപ്പൊ ചക്രവർത്തിയുമായിട്ട് നേരിട്ട് സംസാരിച്ച് ഇയാൾക്കൊരു ഡീൽ ഉണ്ടാക്കണം. അങ്ങനെ ഈ വില്ലൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ രാജ്യത്തിലെ ഒരുപാട് സമ്പത്ത് നിങ്ങളുടെ ജനറൽ കൊണ്ടുപോയിരുന്നല്ലോ. പക്ഷേ അവരെല്ലാം തേടി പിടിച്ച് ശിക്ഷ നൽകിയെങ്കിലും ആ സമ്പത്ത് അത് എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. അത് ഞാൻ നിങ്ങൾക്ക് വീണ്ടെടുത്തു തരും. പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് നിങ്ങളുടെ രാജ്യത്തിന്റെ ഒരു ഭാഗം തരണം. അവിടുത്തെ ചെറിയൊരു പ്രഭുവായിട്ട് ഞാൻ ജീവിച്ചോളാം. ഈ കാര്യം കേട്ടപ്പോൾ തന്നെ ചക്രവർത്തി ഒരു കാര്യം പറയാണ്. ഓൾറെഡി നിന്റെ പേരിൽ കുറെ കംപ്ലൈന്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നിന്റെ ഡീല് അതെനിക്ക് നല്ല രീതിയിൽ ബോധിച്ചിട്ടുണ്ട്. എന്തായാലും പോയിട്ട് സമ്പത്ത് അത് നീ തിരിച്ചു കൊണ്ടുപോവാ. എന്നാൽ നീ പറഞ്ഞ കാര്യം നിനക്കും സാധിപ്പിച്ചു തരാന്ന് പറയാം. ഇതേ സമയത്തിന് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഹാനിന്റെ ആ ഒരു കപ്പലിൽ കാണിക്കുകയാണ്. അങ്ങോട്ടേക്ക് അവളുടെ ഒരാൾ പാഞ്ഞു വന്നിട്ട് ഒരു കാര്യം പറയാണ്. അതായത് നിധിയിലേക്കുള്ള വഴികാട്ടിയായിട്ടുള്ള ആ ആനക്കൊമ്പ് അത് ഇവരുടെ കയ്യിൽ നിന്നും മിസ്സായിട്ടുണ്ട്. മിക്കവാറും അത് അടിച്ചു മാറ്റിയിട്ടുണ്ടാവുക ഗോങ് തന്നെയായിരിക്കണം. അങ്ങനെ ഈ ഗോം ഉണ്ടായിരുന്ന ആ ഒരു ദ്വീപിലേക്ക് ഇവരെല്ലാവരും അവനെ തിരഞ്ഞു പോവാണ്. ഹാനിന്റെ കൂടെ തന്നെ അവളുടെ ആൾക്കാരും പിന്നെ വലങ്കൈയായിട്ടുള്ള ബുഗൻചോയ് ഉണ്ട് കേട്ടോ. അങ്ങനെ ആ കാട്ടിലൂടെ ഇവർ പോകുന്ന സമയത്ത് ഒരു കടുവയുടെ കരച്ചിൽ. ഇപ്പൊ ബുഗൻചോ ചോദിക്കുകയാണ്, മാഡം അതൊരു കടുവയുടെ കരച്ചിലല്ലേ? മാഡം പേടിയൊന്നും വേണ്ട കേട്ടോ, ഞാൻ കൂടെ ഉണ്ട്, എന്ത് വന്നാലും കൂടെ ഉണ്ടാകുന്ന പറയണം. പെട്ടെന്നാണ് ആ മടയിൽ നിന്നും കടുവ പുറത്തേക്ക് ചാടുന്നത്. കടുവയെ കണ്ടത് ആദ്യം ഓടുന്നത് ഈ ബുഗൻചോയാണ് കേട്ടോ. കൂടെ ബാക്കിയുള്ള എല്ലാവരും ഓടി. എന്നാൽ ഗോങ്ങിനെ കിട്ടാതെ വരില്ല എന്ന വാശിയിലായിരുന്നു ഹാൻ. അതുകൊണ്ട് തന്നെ ആ കാട്ടിന്റെ ഉള്ളിലേക്ക് അവൾ വീണ്ടും പോയി അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പഴയ വീടാണ്. അതിന്റെ ഉള്ളിൽ തന്നെ ഗോങ്ങും ഉണ്ടായിരുന്നു. കണ്ട വാട് തന്നെ അവനിട്ട് നല്ല പെട കൊടുക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റും ഉണ്ടാകുന്നുണ്ട്. ഇതിനൊടുവിൽ അവന്റെ കഴുത്തിൽ ഒരു കത്തി വെച്ച് മര്യാദക്ക് പറ ആ ഒരു കൊമ്പ് എവിടെയെന്ന്. ഇപ്പൊ നടന്ന കാര്യം അത് അതുപോലെ തന്നെ ഗോങ് പറയാണ്. ശരിയാണ്, അത് അവിടുന്ന് അടിച്ചു മാറ്റിയത് അവൻ തന്നെയായിരുന്നു. എന്നാൽ അതുമായിട്ട് പോവാൻ നേരത്ത് ആ ഷാൻ അത് കണ്ടു. സോ അവർ രണ്ടുപേരും കൂടിയിട്ടാണ് പിന്നെ ആ ഒരു കൊമ്പുമായിട്ട് ഈ ദ്വീപിലേക്ക് വന്നത്. എന്നാൽ ഈ ദ്വീപിൽ വില്ലന്റെ ആൾക്കാർ, അതായത് രാജാവിന്റെ ആൾക്കാർ കുറെ പേരുണ്ടാകുന്നു പറഞ്ഞിട്ട് മലയിലേക്ക് പോയിട്ട് എല്ലാം ക്ലിയർ ആണെങ്കിൽ നീ എനിക്ക് സൂചന തരികയാണെങ്കിൽ ഞാൻ ഈ സാധനവുമായിട്ട് മേലേക്ക് വരാമെന്ന് ഷാന് പറഞ്ഞു. അത് വിശ്വസിച്ച് ഈ മണ്ടനായ ഗോങ് നേരെ മലയുടെ മുകളിൽ പോയി പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ സിഗ്നലായിട്ട് രണ്ട് കല്ലിങ്ങനെ ഒരച്ച് കാണിച്ചെടുക്കാം. കുറെ നേരം ഇരുന്ന് ഇങ്ങനെ ഒരക്കല്ലാതെ ഷാന് വന്നില്ല കേട്ടോ. താഴേക്ക് പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഷാൻ ആ ഒരു കൊമ്പും കൊണ്ട് നേരത്തെ മുങ്ങിയിട്ടുണ്ടെന്ന്. മുങ്ങിയത് മാത്രമല്ല, നേരെ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു പട്ടണത്തിൽ കൊണ്ടുപോയിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവനത് വിൽക്കാൻ നോക്കുമ്പോൾ അവനെ തേടി വന്ന നമ്മുടെ ഈ ഒരു കടൽക്കൊള്ളക്കാരി കഥാനായിക ഹാനും അവളുടെ കൂട്ടരും ഇവനെ കാണുകയാണ്. കയ്യോടെ ബുക്കാണ് ഇവരുടെ കപ്പലിലേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ആരൊക്കെ? ഈ ഗോങ്ങിനെ, അതുപോലെ തന്നെ സാധനം വിൽക്കാൻ ശ്രമിച്ച ഈ ഷാനെ, പിന്നെ അവന് കൂട്ടുന്ന ഒരു പെൺകുട്ടി. 3 പേരെയും കെട്ടിയിട്ട് ഇവരെ ചതിച്ചതുകൊണ്ട് വധശിക്ഷയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഹാന് പറയുന്നത്. അങ്ങനെ ആദ്യം തന്നെ വലിയൊരു കൊടുവാൾ എടുത്തുകൊണ്ട് ഒരുത്തം വന്നിട്ട് ഈ ഷാന്റെ കഴുത്ത് ആദ്യം വെട്ടാൻ നിൽക്കുമ്പോൾ ആദ്യം എന്നെ കൊന്നു എന്നിപ്പോ ഗോങ് പറയാണ്, നീ ആദ്യമായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞു തന്നിട്ട് ബുഗൻചോ തന്നെ നേരെ കത്തിയെടുത്ത് ഇവന്റെ കഴുത്ത് വെട്ടാൻ വരികയാണ്. വെട്ടുന്നതിന് മുന്നേ ഈ ബുഗൻചോ ആണെങ്കിൽ ഒരുപാട് ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഈ ചങ്ങായിട്ട് മുഖം കണ്ടാൽ തന്നെ ചിരി വരും. അതായത് ഇവന്റെ കാണിക്കലും എക്സ്പ്രഷനൊക്കെ കണ്ടാൽ ഇവൻ എന്തോ മല മറിക്കുന്നു തോന്നും. എന്നാലും ഒരു മണ്ണാങ്കട്ടിട്ട് ചെയ്യൂല. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. മിക്ക സിനിമയിലും ഇങ്ങനെയായിരിക്കും. എന്തായാലും ഇവൻ ആഞ്ഞ് വെട്ടാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞി കത്തി എടുത്തിട്ട് നമ്മുടെ ഗോങ് അതിന് തടുക്കും. അപ്പൊ തന്നെ ആ കത്തി കൊണ്ട് ഈ കയറ് മുറിച്ച് അവൻ നേരെ മുകളിലേക്ക് ചാടും. അവൻ ആ ഒരു കയറ് നോക്കി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇവരുടെ ടീമിലുണ്ടായിരുന്ന ആ ഒരു അമ്പെയ്ത്തുകാരുണ്ടല്ലോ, ആർച്ചർ, ആ കമ്പല്ല
കയറ് അമ്പ് ചെയ്ത് പൊട്ടിക്കും. നേരെ നമ്മുടെ ഈ ഒരു ഗോങ് ചെന്ന് വീഴുന്നത് ഒരു അറയിലേക്കാണ്. ആ അറയിൽ തന്നെയായിരുന്നു ഹാൻ ആ ഒരു കൊമ്പ് വെച്ചത്. സാധനം ഇപ്പൊ അവന്റെ കയ്യിൽ കിട്ടി. ഇപ്പൊ ആ ഒരു കൊമ്പുമായിട്ട് കപ്പലിന്റെ ആ ഒരു പായുണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് ചാടി ഓടി കയറുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മുടെ ഹാനും വരുന്നുണ്ട്. ഹാൻ അവനെ പിടിക്കുമെന്ന് തോന്നിയപ്പോ ഇപ്പൊ ഗോങ് പറയാണ് ഞാൻ ഇത് വെള്ളത്തിലേക്ക് ഇടുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഇപ്പൊ ഹാൻ പറയാണ് ചെയ്യരുത് മണ്ടത്തരം കാണിക്കരുത്, ഞങ്ങളുടെ കൂടെ നിർത്താന്ന് പറയണേ. അങ്ങനെ അവളുടെ വാക്കും വിശ്വസിച്ച് ഗോങ് ആ ഒരു കൊമ്പ് കൊടുത്തതും അപ്പൊ തന്നെ ഒരേറ്റ ചവിട്ട് കൊടുക്കണം. വെള്ളത്തിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. മാത്രമല്ല ഇതിനുശേഷം ആ വെള്ളത്തിൽ നിന്ന് തൂക്കിയെടുത്ത ഗോങ്ങിനെയും അതുപോലെ തന്നെ ഷാനിന്റെ കൂട്ടായി നിന്ന് ആ ഒരു പെൺകുട്ടിയും ഇവരുടെ കപ്പലിനടിയിൽ കൊണ്ടുപോയിട്ട് ഇവരെ കൊണ്ട് അടിമ പണി ചെയ്യിപ്പിക്കുകയാണ്. മാത്രമല്ല ആ ഒരു കൊമ്പ് അതിൽ കൊത്തിവെച്ച സൂചനകൾ ഇതങ്ങനെ വായിച്ചെടുക്കാൻ അത്ര എളുപ്പത്തിലൊന്നും പറ്റില്ല. ഈ ഗവൺമെന്റിന്റെ കീഴിൽ അതായത് പട്ടാളക്കാരായിട്ട് വർക്ക് ചെയ്തവർക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. ഈ കടൽക്കൊള്ളക്കാരായ ഇവർക്ക് ഇതൊക്കെ എങ്ങനെ വായിച്ച് പഠിക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഒരാളുടെ സഹായം ഇവർക്ക് വീണ്ടും ആവശ്യം വരികയാണ്. ഗോങ്ങിന്റെ സഹായം തന്നെ. കാരണം അവൻ നേരത്തെ ചക്രവർത്തിയുടെ പട്ടാളത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അങ്ങനെ ഹെൽപ്പിന് വിളിക്കുമ്പോൾ അറിയാമല്ലോ മച്ചാന്റെ ആറ്റിറ്റ്യൂഡ്. വലിയ കാര്യത്തിൽ ഇവരെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെ ആ ദിശയിലേക്ക് പോയാൽ മതി. നേരെ ഇവരങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്. മാത്രമല്ല അവിടെ നല്ല അടിയൊഴുക്ക് അതുപോലെ തന്നെ ചുഴിയുള്ള സ്ഥലമായതുകൊണ്ട് ഇവരുടെ വലിയ കപ്പലും കൊണ്ട് അങ്ങോട്ട് പോവാതെ ചെറിയൊരു തോണി എടുത്ത് അങ്ങോട്ടേക്ക് ഒരു പോവാണ്. ഇനി വെള്ളത്തിനടിയിലേക്ക് പോകണം. ഒരുപാട് താഴേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയാ എയർ നിറച്ച് എന്തോ ഒരു ബാഗും കാര്യങ്ങളും ഇവരുടെ കയ്യിലുണ്ട്. അതെല്ലാവരും കയ്യിൽ വെച്ചോണം എന്ന് പറയാം. ഇതേ നേരം തന്നെ കഥയുടെ വില്ലനാണെങ്കിൽ ആ ഒരു വലിയ നിധി തേടി ഏതോ ഒരു ദ്വീപ്, ആ ദ്വീപിന്റെ അവിടെയുള്ള ഒരു മലയുടെ ചെരുവിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വെച്ച് വില്ലനും അവന്റെ ആൾക്കാരും എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ ചെറിയ തോണിയിൽ നമ്മുടെ ടീംസ് കടലിന്റെ ഒരു ഭാഗത്തേക്ക് വന്നില്ലേ, ആ ഒരു ഭാഗം തന്നെ കുറച്ച് വിചിത്രമായിരുന്നു. മുകളിൽ നിന്നും ആ ഒരു കാര്യമൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് ചുഴികളും എന്തൊക്കെയോ കല്ല് പോലെയുള്ള ഒരു സ്ഥലക്കായിരുന്നു അത്. അങ്ങനെ ഇവരെല്ലാവരും വെള്ളത്തിനടിയിലേക്ക് ആ ഒരു എയർ നിറച്ച ഭാഗമായിട്ട് ചെല്ലുകയാണ്. നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ അവരുടെ ആൾക്കാരും എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവസാനം ഷാനും അതുപോലെ തന്നെ ഗോങ്ങുള്ളൂ. അപ്പൊ ഷാനോട് പറയണേ നിങ്ങൾ തൽക്കാലം പോയിട്ട് വാ, ഞാനിങ്ങനെ മുകളിൽ ഇരുന്നുകൊണ്ട് ഈ തോണി നോക്കാന്ന് പറയണം. അങ്ങനെ ഷാനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്നാൽ അപ്പൊ തന്നെ വന്ന് നമ്മുടെ ഹാൻ ഉണ്ടല്ലോ ഗോങ്ങിനെയും തൂക്കിയെടുത്തുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോവാണ്. ശരിക്കും ഈ ഒരു ഭാഗത്ത് ഒന്നല്ല ഒരുപാട് ചുഴികൾ ഉണ്ടായതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ആ ഒരു ഒഴുക്കിന്റെ വേഗത ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. അതിൽ ഇവർ പെട്ടുപോകുന്നുണ്ട്. ഈ ഷാനില്ലേ ഇവനാണെങ്കിൽ ഇതിൽ നല്ല വാളും വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഛർദി ഇവരെല്ലാവരും പോകുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ജെല്ലി ഫിഷിനെ കണ്ട് ആ ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ നോക്കാൻ പോയ നമ്മുടെ ഈ ഒരു ഗോങ്ങിനാണെങ്കിലോ ശ്വാസം കിട്ടാതാവും ചെയ്തു. അവന്റെ കയ്യിലുള്ള ആ ഒരു എയർ ബലൂൺ വെച്ചിട്ട് ഉള്ളിലേക്ക് ആ ഒരു എയർ എടുക്കാൻ നോക്കുമ്പോഴേക്കും അവന്റെ ബോധം പോയി എന്ന് പറയാലോ. എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്ന ഹാൻ എങ്ങനെയൊക്കെയോ അവനെ രക്ഷപ്പെടുത്തുകയാണ്. മാത്രമല്ല ഈ ചുഴിയുടെ അടിയിലൂടെ ഇവർ മറ്റൊരു ഗുഹയിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ബോധമില്ലാത്ത ഈ ഒരു ഗോങ്ങിന് എന്തൊക്കെയോ ചെയ്തു കൊടുത്ത് അവസാനം ബോധം വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു ഗുഹയിലേക്ക് ഇവർ നോക്കുമ്പോൾ ഇവിടെ എട്ടുകാലി വലിയും കുറെ കൂറകളും ഇല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് അത് അബദ്ധമായി പോയിന്ന് എല്ലാവർക്കും തോന്നുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ഗോങ്ങിന് അവന്റെ തലമുടി ഉണ്ടല്ലോ അതിലേക്ക് ഒരു ഇച്ചിരി കാറ്റ് വീശുന്നത് പോലെ തോന്നുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വഴിയുണ്ടെന്ന് അവന് മനസ്സിലായി. എന്നാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അവന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ നാടകമൊക്കെ കളിച്ചിട്ട് ഇപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ, നിങ്ങളെ നയിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ നയിക്കാന്ന് പറയാണ്. വലിയ കാര്യത്തിൽ പോയിട്ട് ഹാനിത തലയിൽ കൈവച്ച് അവളുടെ തലയിൽ നിന്നും ഒരു മുടി പറിച്ചെടുക്കാണ്. ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ബുഗൻചോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ലെവൻ ആണല്ലോ ലീഡറിന്റെ റൈറ്റ് ഹാൻഡ്. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതികരിക്കണ്ടേ. എന്റെ നേതാവിനെ തൊടുന്നോടാന്ന് പറഞ്ഞിട്ട് പാഞ്ഞു വരികയാണ്. എന്തിന് നമ്മുടെ ഗോങ്ങിനെ ആക്രമിക്കാനായിട്ട്. എന്നാൽ ഗോങ് ആണെങ്കിലോ ഈ ഒരു ബുഗൻചോ എടുത്ത് ഒരേറ്റ ഏറാണ് അവൻ കണ്ട ആ ഒരു വഴിയുടെ ഭാഗത്തേക്ക്. സകല ദേവുകളുടെയും പേര് വിളിച്ചിട്ട് ബുഗൻചോ നിലവിളിച്ചുകൊണ്ട് നേരെ പോയിട്ട് ആ ഒരു ചുമരിൽ ഒരേറ്റ അടിയാണ്. അവൻ ചെന്ന് വീണ സ്ഥലത്ത് ഒരു ഹോൾ ഉണ്ടാവുന്നത്. ശരിക്കും ആ ഒരു ഹോള് കാണിക്കാൻ തന്നെയാണ് അവനെടുത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞതും. അങ്ങനെ എല്ലാവരും അതിന്റെ ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ കണ്ടിരിക്കുന്നു അത് തന്നെ നിധിയുള്ള ഒരു സ്ഥലം. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും ആ ഒരു നിധി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഗോങ്ങിന്റെ മുഖത്ത് യാതൊരു സന്തോഷവും ഇല്ല. കാരണം ഇവർ തേടി വന്നത് സ്വർണത്തിന്റെ നിധിയാണ്. എന്നാൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നതോ വെള്ളി അതുപോലെ സ്വർണത്തിന്റെ അത്രയും മൂല്യമില്ലാത്ത ഓരോ കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കിട്ടിയിട്ട് നീ എന്താ സന്തോഷിക്കാത്തതെന്ന് ഹാൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഗോങ് പറയാണ് അത് പിന്നെ ആ പഴയ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അയാൾ അടിച്ചു കൊണ്ടുവന്ന ആ ഒരു സ്വർണത്തിന്റെ ആ അളവ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മൂല്യം നോക്കുകയാണെങ്കിൽ അതിനടുത്ത് ഒരു ചട്ടി സ്വർണത്തിന്റെ വില അത്രേ ഉണ്ടാവുള്ളൂ ഈ കാണുന്ന എല്ലാത്തിനും കൂടെ. അപ്പോ ഇവർക്ക് ഇതൊന്നും പോരാ, അത് തന്നെ വേണം. പക്ഷെ യഥാർത്ഥ ആ ഒരു നിധിയിലേക്ക് ഇവർക്ക് എങ്ങനെ എത്താൻ കഴിയും? ആ സമയത്താണ് ഈ ഒരു ഡ്രാഗന്റെ ഫേസ് ഉള്ള ആ മുഖമുള്ള ഒരു കൊടി ഇവർക്ക് കിട്ടുന്നത്. എന്നാൽ അത് സാധാരണ ഒരു കൊടി ആയിരുന്നില്ല, അടുത്ത വഴിയിലേക്കുള്ള ഒരു ഹിന്റ് തന്നെയായിരുന്നു അത്. എന്നാൽ എത്ര നോക്കിയിട്ടും നമ്മുടെ ഗോങ്ങിനും അതുപോലെ തന്നെ ഹാനും ഒരു കുന്തവും മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് അവിടെ എന്തോ ഒരു ഇളക്കം സംഭവിക്കുന്നത്. കല്ലുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണ്. ഇതൊരു ഭൂകമ്പം ആയിരിക്കുമെന്ന് ഇവർ വിചാരിക്കുകയാണ്. എന്നാൽ ഭൂകമ്പം ആയിരുന്നില്ല. ആ നിധി തേടി വന്ന വില്ലൻ ഉണ്ടല്ലോ മലയുടെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഒരു ബ്ലാസ്റ്റ് നടത്തിയതായിരുന്നു. അതായത് വില്ലൻ നേരത്തെ വന്ന ആ ഒരു ദ്വീപ്, ആ ഒരു മലഞ്ചെരിവ്, അതും നമ്മുടെ പിള്ളേരിപ്പുള്ള ആ ഒരു സ്ഥലം, ഇതെല്ലാം ഒരേ ഭാഗം തന്നെയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് കടക്കാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് വില്ലന്റെ ആൾക്കാർ അവിടെ വെച്ചൊരു ബോംബ് പൊട്ടിച്ച് ഒരു ഹോൾ ഉണ്ടാക്കി അങ്ങനെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പൊ തന്നെ ഗോങ്ങിനും ഹാനും മനസ്സിലായി ആരോ ചില ആൾക്കാർ ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ അപകടത്തിനിടയിൽ ഈ ഒരു കൊടിയുണ്ടല്ലോ, ഈ കൊടിയുടെ സൈഡിലൂടെ ഷാനു നോക്കിയ സമയത്ത് അവനൊരു കാര്യം മനസ്സിലായി. അതായത് ഇത് വെറും ഒരു കൊടിയല്ല, കാര്യമായിട്ടും ഏതോ നിധിയിലേക്കുള്ള അല്ലെങ്കിൽ നമ്മൾ തേടി പോകുന്ന അതിലേക്കുള്ള ഒരു വഴികാട്ടി തന്നെയാണ്. ഏതൊക്കെയോ ദ്വീപുകളുടെ ചിത്രങ്ങൾ തന്നെയാണ് ആ ഒരു കൊടിയിലുള്ളത്. മാത്രമല്ല ഇപ്പൊ വില്ലന്റെ ആൾക്കാർ
എല്ലാവരും അങ്ങോട്ടേക്ക് വന്ന് ഇവരുടെ ഇടയിൽ ഒരു യുദ്ധം ഉണ്ടാകാൻ പോവാന്ന് നമ്മുടെ ഹാന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളുടെ ആളുകളോട് ഇപ്പൊ ഇവിടെ വെച്ച് ഇവർക്ക് കിട്ടിയ ഒരു നിധി ഉണ്ടല്ലോ അത് വേഗം തന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറയണം. മാത്രമല്ല പിന്നീട് അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ വലിയൊരു യുദ്ധം ഉണ്ടാകുന്നുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ട, നന്നായിട്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോരാടുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഒരു കല്ല് പൊട്ടി താഴേക്ക് വീണ് അതിനിടയിൽ പെട്ട് നമ്മുടെ ഹാൻഡ് ബോധം പോവാണ്. ഇതേ നേരം അവളെ കൊല്ലാൻ വേണ്ടി വന്ന ഒരാള് അയാളെ കൊന്നുകൊണ്ട് ഇപ്പൊ ഹാനെ രക്ഷപ്പെടുത്തുന്നത് അവരുടെ ടീമിലുണ്ടായിരുന്ന ആ ഒരു ആർച്ചർ ഉണ്ടല്ലോ അയാൾ തന്നെയാണ്. എന്നാൽ ഈ സമയത്ത് ഈ ആർച്ചർ അതായത് അമ്പെയ്ത്തുകാരൻ ഇയാളെ കുത്താനായിട്ട് വേറൊരാൾ വരുമ്പോൾ ഈ അമ്പെയ്ത്തുകാരനെ രക്ഷപ്പെടുത്തുന്നത് ഗോങ് ആയിരുന്നു. ഗോങ് വേഗം പറയാണ് നീ എങ്ങനെയെങ്കിലും ഹാനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുന്ന പറയണം. പിന്നെ അങ്ങോട്ടേക്ക് കിട്ടിയെല്ലാം ഫൈറ്റ് ആണ്. ഈ ഫൈറ്റിനൊടുവിൽ നമ്മുടെ ഗോങ്ങും അതുപോലെ തന്നെ കഥയിലെ വില്ലനും രണ്ടുപേരും നേർക്ക് നേരെ കാണുകയാണ്. മുഖാമുഖം കണ്ട സമയത്ത് രണ്ടുപേരും ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. കാരണം രണ്ടുപേർക്കും നേരത്തെ അറിയായിരുന്നു എങ്ങനെയാണ് രണ്ടുപേരും പട്ടാളത്തിൽ ഒരു സമയത്ത് വർക്ക് ചെയ്ത ജോലി ചെയ്ത പോരാളികളായിരുന്നു. അവരുടെ നാട്ടിൽ വലിയൊരു യുദ്ധം വന്ന സമയത്ത് ഒരു ടീമിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഈ വില്ലനും അതുപോലെ തന്നെ നമ്മുടെ ഗോങ്ങും. എന്നാൽ വില്ലൻ കുറച്ചധികം അഗ്രസീവ് ആയിട്ടുള്ള ആളായിരുന്നു. ഭയങ്കര എന്തൊക്കെ ചെയ്തിട്ടായാലും യുദ്ധം ജയിക്കണം എന്ന് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആളായിരുന്നു. ആ സമയത്ത് ഒരു ഘട്ടത്തിൽ യുദ്ധം ചെറുതായിട്ട് ജയിച്ചെങ്കിലും ഇവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ചക്രവർത്തി ഇവരങ്ങോട്ടേക്ക് തിരിച്ചു വിളിച്ചു. ആ കാര്യം പറയാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നത് ഗോങ് ആയിരുന്നു. ഗോങ് പറയാണ് ആൾബലം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറെ പേർക്ക് പരിക്കുണ്ട്, അതുകൊണ്ട് യുദ്ധം ചെയ്യാതെ തിരിച്ചു വരാൻ വേണ്ടി ചക്രവർത്തി പറഞ്ഞു എന്ന് പറയാണ്. എന്നാൽ അത് കേൾക്കാതെ ഈ വില്ലൻ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ അയാളുടെ ടീമിൽ അപ്പോൾ വെട്ടേറ്റിട്ടും മുറിവേറ്റിട്ടൊക്കെ ആൾക്കാരുണ്ടായിരുന്നില്ലേ അവരെല്ലാം കൊലപ്പെടുത്തിയതിനു ശേഷം ഗോങ്ങിനോട് ഒരു കാര്യം പറയാണ്, എന്റെ ടീമിൽ ആരോഗ്യമുള്ള ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അങ്ങനെ ചക്രവർത്തി പറയുന്നത് കേൾക്കാതെ വീണ്ടും ആ യുദ്ധത്തിന് മുന്നോട്ടേക്ക് തന്നെ പോവാണ്. ഒടുവിൽ ആ ഒരു യുദ്ധത്തിൽ അവൻ ജയിക്കുകയും ചെയ്തു. ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആളുടെ അല്ലെങ്കിൽ അവരുടെ തലവന്റെ തല വെട്ടി രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുകയും ചെയ്തു. എന്തൊക്കെയായാലും സ്വന്തം ആൾക്കാരെ കൊല്ലുന്ന ആൾക്കാര് രാജാവിന്റെ സൈന്യത്തിൽ വെച്ചോണ്ട് നിൽക്കാൻ കഴിയില്ല, അത് നിയമത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ അന്ന് അവനെ പിരിച്ചുവിട്ടതാണ്. അന്ന് മുതലേ ഈ ഒരു വില്ലന്റെ ജോലി പോയതില് അല്ലെങ്കിൽ അവന്റെ ആ ഒരു പദവി നഷ്ടപ്പെട്ടതിൽ വല്ലാത്തൊരു പകയുണ്ടായിരുന്നു ആരോട്, നമ്മുടെ കഥാനായകനായിട്ടുള്ള ഗോങ്ങിനെ. എന്നാൽ ഗോങ്ങിനെ കുറെ കാലമായിട്ട് അവൻ കണ്ടിട്ടില്ല. അങ്ങനെ അവസാനം ഇവിടെ വെച്ചാണ് രണ്ടുപേരും നേർക്ക് നേരെ കാണുന്നത്. ഇത്രയും നാളും ഞാൻ തേടിക്കൊണ്ടിരുന്നത് നിന്നെ തന്നെയായിരുന്നടാ. പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ ഉഗ്രം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ പൂരം ഫൈറ്റ്. എന്നാൽ ഇതിങ്ങനെ പോരാടിക്കൊണ്ട് നിന്നിട്ട് കാര്യമില്ല. എന്തായാലും നിധി ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ട്. ഇതെല്ലാം കൂടി വലിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു ഗോങ് ഇടുകയാണ്. അവൻ പിന്നീട് ഇത് വലിച്ചുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോകുന്നുണ്ട്. അവന്റെ പിന്നാലെ തന്നെ വില്ലൻ വരാൻ നോക്കുന്നുണ്ടെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ശ്വാസം കിട്ടാത്തതുകൊണ്ട് തിരിച്ചു കയറി പോവാണ്. എന്നാൽ ഗോങ്ങിന്റെ കയ്യിൽ ശ്വാസം എടുക്കാനുള്ള ആ ഒരു ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ആ ഒരു എയർ അവന്റെ വായിലേക്ക് അടിച്ചു കയറ്റിയിട്ട് അവൻ പതിയെ ആ നിധി മുകളിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ഭാരം കാരണം അവനെ കൊണ്ട് പറ്റുന്നില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹാൻ ഉണ്ടല്ലോ മറ്റൊരു കയറുമായിട്ട് വന്നിട്ട് ഇതിൽ കെട്ടി യോജിപ്പിക്കുകയാണ്. എന്നിട്ട് മുകളിലോട്ട് സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ മുകളിൽ കപ്പലുണ്ടായിരുന്ന ആൾക്കാർ ഈ നിധി മുഴുവൻ മുകളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് ഇത്രയും നേരം കടലിനടിയിൽ വന്നിട്ട് ശ്വാസം പിടിച്ചു നിന്നതുകൊണ്ട് തന്നെ ഹാനിന്റെ ബോധം നഷ്ടമാകുകയാണ്. എന്നാൽ ഗോങ്ങിന്റെ കയ്യിൽ ആ ഒരു ബാഗ് ഉള്ളത് കൊണ്ട് അതിൽ ഒരു ഇച്ചിരി കാറ്റ് അവന്റെ വായിലേക്ക് വെച്ച് ഇത് അവളുടെ വായിലേക്ക് ഓതിക്കൊടുത്ത് എങ്ങനെയൊക്കെയോ ഹാനിനെ ജീവനോട് മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇവര് മുകളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. വലിയൊരു തിമ്മിങ്കിലും വന്നിട്ട് നമ്മുടെ ഒരു ഹാന് അതുപോലെ ഗോങ് ഇതിനെല്ലാത്തിനും ഒരുമിച്ച് ഇവരുടെ ആ ഒരു നിധി അടക്കം അങ്ങോട്ട് വിഴുങ്ങുകയാണ്. ഇപ്പൊ മുകളിൽ നിന്നും കപ്പലിലേക്ക് ഇതെല്ലാം വലിച്ചു കയറ്റാൻ നോക്കുന്നവർക്ക് ഇതിനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു കയറും വലിച്ചുകൊണ്ട് ഇവരെയും വിഴുങ്ങിയിട്ട് തിമ്മിങ്കലം ഒരൊറ്റ പോക്ക് പോവാണ്. കൂടെ തന്നെ ഇവരുടെ ആ ഒരു കപ്പലും പോകുന്നുണ്ട്. ഇപ്പൊ വെള്ളത്തിലേക്ക് കപ്പൽ പോകും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ കയറ് പൊട്ടി പോവാണ്. അതുകൊണ്ട് തന്നെ കപ്പൽ വെള്ളത്തിൽ മുങ്ങിയില്ല. എന്നാൽ തിമ്മിങ്കലത്തിന്റെ വയറ്റിൽ ഇവർ രണ്ടുപേരും ആയി പോവാണ്. ഭയങ്കര വിഷമത്തിൽ എല്ലാവരും നിന്ന് കരയാണ്. ഈ സമയത്ത് ഈ ഇടക്കിടക്ക് അതായത് തിമ്മിങ്കലം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടാത്ത സാധനങ്ങൾ അതിന്റെ മുകളിലൂടെ തുപ്പിക്കളയല്ലോ. ആ പരിപാടിയിലൂടെ നമ്മുടെ ഗോങ്ങിന് ഒരൊറ്റ തുപ്പലാണ്. തെറിച്ച് വന്ന് ഈ ഒരു കപ്പലിന്റെ ആ ഒരു കൊടിമരത്തിൽ അവൻ ഇരിക്കുകയാണ്. എന്താ അവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് എന്തോന്ന് സംഭവിച്ചു, തെറിച്ച് ഒന്ന് വീണു. ഒരു ഒന്നും മനസ്സിലാവാതെ അവൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ദാണ്ടെ അടുത്തതായിട്ട് നമ്മുടെ ഹാനിയും ഈ ഒരു ജീവി തുപ്പി പുറത്തിടുകയാണ്. ഹാനും നേരെ വന്നിട്ട് ഗോങ്ങിന്റെ പുറത്തടിക്കുകയാണ്. രണ്ടുപേരും ഉരുണ്ട് കട്ടിയിട്ട് കപ്പലിന്റെ ഉള്ളിലേക്ക് തന്നെ സേഫ് ആയിട്ട് വന്ന് വീഴുന്നുണ്ട്. എന്നാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇവർ എടുത്തുകൊണ്ടുവന്ന ആ ഒരു വെള്ളിയുടെ സമ്പത്ത് അല്ലെങ്കിൽ ആ ഒരു നിധി വെള്ളിയാണെങ്കിലും അതിന് അതിൻ്റെതായ ആ ഒരു മൂല്യമുണ്ട്. അതിലൊരെണ്ണം പോലും ഇവർക്ക് കിട്ടിയില്ല. മാത്രമല്ല വന്ന് വീണ ആ ഒരു വീഴ്ചയിൽ നമ്മുടെ ഹാനിന്റെ ബോധം പോയി. എന്നാൽ അവൾ എന്തോ ഒരു സ്വപ്നം കാണുകയാണ്. ഇവരുടെ കപ്പൽ കടലിലൂടെ പോകുമ്പോൾ ഒരു ഡ്രാഗൺ വന്നിട്ട് ഇവർക്ക് നേരെ തീ തുപ്പുന്നത് അത് കണ്ടുകൊണ്ടാണ് ഷാൻ ചാടി എഴുന്നേൽക്കുന്നത്. അവർ കൊണ്ടുവന്ന സമ്പത്ത് മുഴുവൻ നഷ്ടമായി. അതുപോലെ തന്നെ യഥാർത്ഥ നിധിയിലേക്കുള്ള വഴി എന്നിട്ട് അറിയൂല. എന്നാൽ ആ നിധിയിലേക്ക് പോകാനുള്ള മാപ്പ് ഉണ്ടല്ലോ ഗുഹയിൽ വെച്ച് വില്ലന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ യുദ്ധമെല്ലാം നടക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു മാപ്പ് അത് ആര് കണ്ടിട്ടുണ്ട്? ഷാന് കണ്ടിട്ടുണ്ട്. സോ അവൻ ആ ഒരു വഴി അറിയാമെന്ന് മനസ്സിലായ ഹാന് മര്യാദക്ക് അവനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഭയം കാരണം അവനത് പറയില്ല എന്ന് പറയും. കെട്ടിയിട്ട് രണ്ട് പെടവെടുക്കുകയാണ്. ഈ സമയത്ത് ഷാൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ ദ്വീപിലേക്ക് പോയ ആരും ഇന്നേ വരെ തിരിച്ചു വന്നിട്ടില്ല. അവിടെ എപ്പോഴും മഴയാണ്, ഇടിമിന്നലാണ്. അങ്ങോട്ടേക്ക് പോയ കപ്പലുകൾ മുഴുവൻ തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഭയത്തിൽ ഷാൻ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം ചെറുപ്പം മുതലേ അവൻ വളർന്നത് കപ്പലുകളിലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അവൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. എന്നാൽ കെട്ടുകളൊക്കെ അഴിച്ചു കൊടുത്തിട്ട് ഹാന് സമാധാനത്തിൽ അവനോട് പറയാണ്, എടോ നിനക്ക് എന്താ വേണ്ടത്, ചോദിക്കുന്നത് ഞാൻ തരും, ഞങ്ങളെ ഒന്ന് ആ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ടപാട് ഷാൻ ചാടി എഴുന്നേൽക്കാണ്. ചോദിക്കുന്ന എന്ത് തരുമോ? തരൂ എന്ന് തന്നെ നമ്മുടെ ഹാനും പറയണം. എന്നാ പിന്നെ കുറെ കാലമായിട്ട് എന്റെ ഒരു ആഗ്രഹമാണ് ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ ആവണം.
ആണെന്ന് എന്നെ ആക്കുമെന്ന് ചോദിക്കുകയാണ്. ഒരു രക്ഷയില്ലാതെ ഹാൻ അതിനെ സമ്മതിക്കുകയാണ്. ഇപ്പൊ നിലവിൽ ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ അത് ഷാനാണ്. ഇപ്പൊ അതിന്റെ ആ ഒരു ഗെറ്റപ്പില് കപ്പലിന്റെ മുകളിലും പോയിട്ട് അവൻ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും ആജ്ഞ കൊടുക്കുന്നുണ്ട്, നീ അങ്ങപ്പോടാ, നീ ഇങ്ങപ്പോടാ, നീ മുന്നോട്ട് പോടാന്നൊക്കെ പറഞ്ഞിട്ട് സൈക്കല്ലാതെ ഒരു രക്ഷയില്ല. ഇതിനിടയിൽ ഈ ഷാനിന് ഈ സാധനം വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പട്ടണത്തിൽ ഒരു പെൺകുട്ടി വന്നായിരുന്നു. ഈ പെൺകുട്ടിക്ക് മാർച്ചർക്കും ഇടയിൽ എന്തോ ഒരു റൊമാൻറ്റിക് വർക്ക് ആവുന്നുണ്ട്. എന്തായാലും ഷാൻ പറഞ്ഞ ആ ഒരു ദിശയിലേക്ക് ഇവരുടെ ആ ഒരു കപ്പൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി അവസാനം ആ ഒരു ദ്വീപിന്റെ അടുത്തേക്ക് എത്താനായി എന്നാ തോന്നുന്നത്. അപ്പൊ ഷാൻ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതി ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാറ്റും മഴയും അതിന്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഇടിമിന്നലും. ഇപ്പൊ നമ്മുടെ ഹീറോ ഗോങ് മുകളിലേക്ക് നോക്കുമ്പോൾ അതെല്ലാം നേരിട്ട് കാണുകയാണ്. അതിലൊരെണ്ണം വന്ന് ഇവരുടെ കപ്പലിൽ തട്ടുന്നുണ്ട്, ചെറുതായിട്ട് തീ പിടിക്കുന്നുണ്ട്. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ കപ്പലിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് ആരാണ്? കപ്പലിന്റെ ക്യാപ്റ്റനാണ്. ആരിപ്പോ കപ്പലിന്റെ ക്യാപ്റ്റൻ? ഷാനാണ്. ഷാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ കപ്പലിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. നല്ല ക്യാപ്റ്റൻ. ആരെങ്കിലും പോയിട്ട് അതിന്റെ സ്റ്റെയറിംഗ് ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ ഈ ഷാൻ ചെന്ന് അത് പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. കാരണം ആ രീതിയിലാണ് ഒരു തെങ്ങിന്റെ ഹൈറ്റിൽ വരെ തിരമാലകൾ ഇങ്ങനെ പൊന്തി മറിഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കപ്പൽ കിടന്ന് ഇളകുന്ന ഇളക്കം നിങ്ങൾ കണ്ടില്ല? എന്നാൽ ഇതേ സ്ഥലത്തേക്ക് തന്നെ വില്ലനും അവന്റെ ആളുകളും കൂടെ അവന്റെ കപ്പലിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവരുടെ കപ്പൽ അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇത്രത്തോളം വലിയൊരു അപകടം അവർക്ക് നേരിടേണ്ടി വരുന്നില്ല. ഇതേ സമയത്ത് ഈ കപ്പലിന്റെ സ്ട്രെയറിംഗ് പോയിട്ട് നമ്മുടെ ഹീറോയിൻ അതായത് ഹാൻ തന്നെ പോയി പിടിച്ചിട്ടുണ്ട്. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ആ കപ്പലിനെ ഇവരുടെ കൺട്രോളിലേക്ക് വേഗത്തിലൊന്നും കൊണ്ടുവരാൻ കഴിയുന്നില്ല. എന്നാൽ എത്രയോ സാഹസികമായിട്ട് തന്നെ അവളുടെ കഴിവും എക്സ്പീരിയൻസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ തിരയിൽ നിന്നും അല്ലെങ്കിൽ ശുഭിതമായ കടലിന്റെ ആ ഒരു ഭാഗത്ത് നിന്നും ഇവര് രക്ഷപ്പെട്ട് ആ മേഘക്കൂട്ടത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ഇപ്പൊ നോക്കുമ്പോൾ ശാന്തമായിട്ടുള്ള കടലിന്റെ ഒരു ഭാഗം, അധിക ദൂരമൊന്നും അല്ലാതെ ഒരു ബീച്ചും ഇവര് കാണുകയാണ്. അപ്പൊ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവാതെ ഒരു 2 തോണിയിൽ കുറച്ച് ആൾക്കാർ നേരെ അങ്ങോട്ടേക്ക് പോകണം. വന്ന പാടിനെ ഈ ദ്വീപിൽ എവിടെയാണ് നിധി എന്ന് ഇപ്പൊ ഷാനോട് ചോദിക്കുമ്പോൾ ഷാൻ പറയണേ, ഇതൊരു ചെറിയ ദ്വീപല്ലേ, നമുക്ക് എല്ലാ ഭാഗത്തും പോയിട്ട് കുഴിച്ചു നോക്കാം. എവിടെ? ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വലുപ്പമുള്ള ദ്വീപാണ്. ഇത് മുഴുവനായിട്ടും കുഴിച്ചു തീർക്കണേൽ ഒരു 1000 വർഷങ്ങൾ എടുക്കും. മര്യാദക്ക് പറഞ്ഞോന്ന് പറയണം. അങ്ങനെ ഷാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അവനൊരു സ്ഥലം ഏകദേശം മൈൻഡിൽ വരികയാണ്. ദാ അവിടെ കുഴിച്ചോന്ന് പറയണം. എന്നാൽ ഇതേ നേരം തന്നെ ഈ ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ വില്ലനും അവന്റെ ആൾക്കാരും വന്ന് കയറിയിട്ടുണ്ട്. കാരണം അവരുടെ കയ്യിൽ മാപ്പ് ഉണ്ട്, അത് വെച്ച് ഇവർക്ക് കറക്റ്റ് ആയിട്ട് വരാൻ കഴിയും. എന്തായാലും ഷാൻ പറഞ്ഞനുസരിച്ച് ഇവരുടെ ആൾക്കാർ അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അതുപോലെ തന്നെ ഹീറോ രണ്ടുപേരും നോക്കുമ്പോൾ ഈ ദ്വീപിലെ ഒരു മല, ആ മലയുടെ മുകളിലായിട്ട് ഭയങ്കരമായിട്ടുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഭാഗത്ത് ഇടിമിന്നൽ അങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടാവും, ഞാനത് പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഗോങ് നേരെ ആ ഒരു മലയുടെ മുകളിലേക്ക് പോകണം. ഇതേ സമയത്ത് തന്നെ ഷാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് കുറെ നേരം കുഴിച്ചു നോക്കിയിട്ടും ഒന്നും കിട്ടുന്നില്ല. നൈസായിട്ട് ഷാൻ അവിടുന്ന് മുങ്ങുകയാണ്. തല്ലി കൊല്ലടാന്ന് പറഞ്ഞിട്ട് അവന്റെ പിന്നാലെ നമ്മുടെ ഹാൻഡ് ആൾക്കാരും ഇതേ നേരം തന്നെ മലയുടെ മുകളിലേക്ക് ഗോങ് വന്ന് നോക്കിയപ്പോൾ ശരിക്കും അവൻ ഞെട്ടിപ്പോയി. കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താ അവിടെ കണ്ടത്? കുറച്ചധികം മരം കൊണ്ടുണ്ടാക്കിയ വീടുകളും അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും അതെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. അതൊരു യുദ്ധത്തിലൂടെയാണെന്നും ഇപ്പൊ ഗോങ്ങിന് മനസ്സിലായി. അതായത് കഥയുടെ ആരംഭത്തിൽ ചക്രവർത്തിയുടെ സമ്പത്തുമായിട്ട് ഒരു ജനറൽ രക്ഷപ്പെട്ടല്ലോ, അയാളുടെ കൂടെ ഒരു 16 പടനായകന്മാരുണ്ടായിരുന്നില്ലേ, അവരെ എല്ലാം കണ്ടുപിടിച്ച് വെട്ടിക്കൊന്ന ഒരു സ്ഥലമാണിത്. മാത്രമല്ല ആ ഒരു ജനറൽ അയാളടക്കം 17 പേരെ കൊന്ന് തല വെട്ടിയിട്ട് ഇവിടെ നിറയെ ഇരുമ്പിന്റെ ദണ്ടുകൾ കുത്തിവെച്ചിട്ടുണ്ട്. അതിൽ അവരുടെ തലയും തൂക്കി വെച്ചിട്ടുണ്ട്. സോ ആ ഇരുമ്പ് ദണ്ടുകൾ ഈ മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഇങ്ങനെ ഇടിമിന്നൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ആ ഒരു ഇടിമിന്നലിന്റെ ഷോക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഇങ്ങോട്ടേക്ക് മറ്റാരും വരുന്നുണ്ടെന്ന് നമ്മുടെ ഗോങ്ങിന് മനസ്സിലായി. അവൻ വേഗം തന്നെ വിളിച്ചിരിക്കുകയാണ്. നോക്കുമ്പോൾ മറ്റാരുമല്ല, വില്ലനും അവന്റെ ആൾക്കാരും കൂടെ തന്നെയാണ്. വന്ന പാട് തന്നെ വില്ലനൊരു കാര്യം മനസ്സിലായി. ഈ 17 പേരെയും കൊന്ന് അവിടെ ആ തൂണിൽ അവരുടെ തല കെട്ടി തൂക്കിയിട്ടുണ്ടല്ലോ. സോ ഓരോ തൂണിന്റെ താഴെയും കുഴിച്ചു നോക്കാൻ വേണ്ടി വില്ലൻ പറയാണ്, ചിലപ്പോൾ അതിന്റെ അടിയിലായിരിക്കും നിധി ഉണ്ടാവുക. അങ്ങനെ ഒരു 3 പേര് ചെന്നിട്ട് ആ ഒരു ഇരുമ്പിന്റെ ദണ്ട് ഊരിയെടുക്കാൻ നോക്കിയതും ഒരു ഇടിമിന്നൽ പൊട്ടുകയാണ്. 2 പേരും തെറിച്ചു പോയി വീഴുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരോട് ബാക്കിയുള്ള എല്ലാ ദണ്ടും ഊരിയെടുക്കാൻ പറയുമ്പോൾ പേടിച്ച് 1-2 ആൾക്കാർ പോകാൻ നിൽക്കുമ്പോൾ 2 എണ്ണത്തിനെയും ഈ ഒരു വില്ലൻ വെട്ടിക്കൊല്ലുകയാണ്. ആ നിധി എടുക്കാതെ നമ്മൾ ഇവിടുന്ന് പോകില്ല എന്ന് തന്നെ പറയണം. സോ ഭയന്നുകൊണ്ട് വേറെയും 3 ആൾക്കാർ പോയിട്ട് ഈ ദണ്ട് ഊരിയെടുക്കാൻ നോക്കുമ്പോൾ അടിയിൽ നിന്നും തെറിച്ച് വന്ന കുറേയധികം കത്തികൾ, വാളുകൾ ഇവരുടെ ദേഹത്തിലൂടെ തുളച്ച് കയറുകയാണ്. ആ പാവങ്ങൾ അവിടെ വെച്ച് മരണപ്പെട്ടു പോവാണ്. ഇതിനുശേഷമാണ് വില്ലൻ ശരിക്കും ആലോചിക്കുന്നത്, ഏത് തൂണിന്റെ അടിയിലായിരിക്കും നിധി ഉണ്ടാവുക. അതുപോലെ തന്നെ അവിടെ ഒളിച്ചിരിക്കുന്ന ഗോങ്ങും ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പൊ അവനും ആലോചിക്കുന്നുണ്ട് എവിടെയായിരിക്കും ഉണ്ടാവുക. അപ്പോഴാണ് ഒരു കാര്യം ഇവർക്ക് മനസ്സിലായത്. ഇവരുടെ എല്ലാം ലീഡർ, അതായത് സ്വർണം കെട്ട ആ ഒരു ജനറൽ, അയാളുടെ തല വെട്ടി തൂക്കിയിട്ട ആ ഒരു കുന്തം അതിന്റെ താഴെ കുഴിച്ചു നോക്കുന്ന പറഞ്ഞിട്ട് വില്ലൻ തന്നെ ആ ഒരു എന്താ പറയാ കുന്തം പോയിട്ട് എടുത്ത് മാറ്റുകയാണ്. ഒരു ട്രാപ്പും അതിനടിയിലുണ്ടായില്ല. ഇതേ സമയത്ത് ഷാന് ഇപ്പൊ അവനെ തല്ലാനായിട്ട് അവിടെയുള്ള എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവനിങ്ങനെ റോങ് ആയിട്ട് ഓരോ സ്ഥലം പറഞ്ഞു കൊടുത്ത് ഇവര് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ അവന്മാരുടെ കയ്യിൽ നിന്നും തല്ല് കിട്ടാതിരിക്കാനായിട്ട് ഒരു കല്ലിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു പെൻഗ്വിൻ വരികയാണ്. എന്ന് ഈ സാധനത്തിനെ ആദ്യമായിട്ട് അവൻ കാണുന്നത്. അതിന്റെ വായിൽ ഒരു സ്വർണത്തിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. അത് കണ്ട വാട് തന്നെ ഷാൻ ഉറക്കനെ വിളിച്ച് പോകാൻ തുടങ്ങി, സ്വർണം കിട്ടിയെന്ന്. അപ്പൊ അവന്റെ ആ ഒരു ഒച്ച കേട്ട് അങ്ങോട്ടേക്ക് ഹാനും എല്ലാവരും ഓടി പാഞ്ഞു വരികയാണ്. എന്നാൽ ഇവര് വന്നപ്പോഴേക്കും പെൻഗ്വിനെ അവിടുന്ന് കാണാതായി. ഇപ്പൊ എവിടെ സ്വർണം ഇതൊക്കെ ചോദിപ്പോൾ ഷാനു പറയാണ്, അത് പിന്നെ ഒരു പ്രത്യേകതരം ജീവി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ വായിൽ അതുണ്ടായിരുന്നു. ഇത് കേട്ട സമയത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് പ്രാന്തലക്കാണ്.
ഞങ്ങളൊക്കെ കണ്ടിട്ട് എന്താ ഭ്രാന്തന്മാരായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വാളെടുത്ത് വെട്ടാൻ നോക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഷാൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആ ഒരു പെൻഗ്വിൻ വരുന്നുണ്ട്. ഇതിനൊക്കെ ആദ്യമായിട്ട് ഇവർ കാണുന്നത്. അപ്പൊ സ്വർണ്ണം എവിടെയെന്ന് അതിന്റെ ചുറ്റും ഒന്ന് ഇവർ ചോദിക്കുമ്പോൾ ഒരു വല്ലാത്ത ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവർ നോക്കുമ്പോൾ ഇവർ വന്ന് ഇവരുടെ ആ ഒരു കപ്പലുണ്ടല്ലോ അതിന് ഈ വില്ലന്റെ ആൾക്കാരുടെ ആ ഒരു കപ്പല് വെട്ടിവെച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ ഒരു കപ്പലിനെ പൂർണ്ണമായിട്ടും തകർത്ത് കളയുന്നുണ്ട്. മലയുടെ മുകളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു ഗോങ്ങും അത് കാണുകയാണ്. സോ അവൻ ഇത് നോക്കിയത് കൊണ്ട് വില്ലന്റെ ടീമിലുണ്ടായിരുന്ന ഒരു അമ്പെയ്ത്തുകാരൻ ഇത് കണ്ടു. അവന് നേരെ ഒരു അമ്പെയ്യാണ്. എന്നാൽ അതിന്റെ തറ്റത്തും ഇരുമ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഇടിമിന്നൽ വന്നിട്ട് അതിനെയും തകർത്ത് കളയാണ്. എന്നാൽ ഇപ്പൊ നിലവിൽ ഗോങ്ങിനെ എല്ലാവരും കണ്ടല്ലോ. ഇപ്പൊ വില്ലൻ പറയണ ഡാ നിന്നെ കാണാതെ ചാവുമെന്ന് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും കയ്യിൽ ഒതുക്കത്തിൽ നിന്നെ കിട്ടിയല്ലോ. മാത്രമല്ല ഇവർ കുഴിച്ചില്ല അവിടെ. ആ കുഴിച്ചപ്പോ ഒരു പെട്ടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അതായത് താഴെ ഹാനെ കാണിക്കുകയാണ്. ഹാന് അവളുടെ ടീമിനോട് പറയണം നമുക്ക് എന്തായാലും നമ്മുടെ കപ്പലിനെ രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് പോകും. അതുപോലെ ഗോങ്ങിന്റെ ആൾക്കാർ നേരെ മുകളിലേക്ക് പോകും. അവൻ ആ ഒരു മലയിൽ പോയിട്ടുണ്ട്. എന്തോന്ന് അവന് പറ്റുന്നുണ്ട്. പോയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പറയണം. അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയെങ്കിലും ഈ ഷാൻ മാത്രം ഇവരുടെ ആരുടെയും കൂടെ പോവാതെ ഈ പെൻഗ്വിന്റെ പിന്നാലെ പോവാണ്. ഇതേ സമയത്ത് മലയുടെ മുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു കുഴി കുഴിച്ചപ്പോൾ ഇവർക്ക് ഒരു പെട്ടി കിട്ടിയല്ലോ. അതായത് വില്ലന്റെ ആൾക്കാർക്ക് തുറന്നു നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിറയെ കല്ലുകൾ മാത്രം. എന്നാൽ അതിന്റെ ഉള്ളിൽ ഒരു മരത്തിന്റെ മുഖം മൂടി ഉണ്ടായിരുന്നു. നൈസായിട്ട് നമ്മുടെ ഗോങ് വന്നിട്ട് അത് അടിച്ചു മാറ്റി അതുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഈ ഗോങ്ങിന്റെ ആൾക്കാർ വരികയാണ്. ഈ ഒരു വില്ലന്റെ ആൾക്കാരും ഗോങ്ങിന്റെ ആൾക്കാരും തമ്മിൽ ഇനി ഒരു യുദ്ധം ഉണ്ടാകാൻ വേണ്ടി പോകണേ. ഇപ്പൊ ഗോങ് പറയണ എടാ എങ്ങനെയെങ്കിലും ഇതെടുത്തുകൊണ്ട് ഞാൻ താഴേക്ക് വരികയായിരുന്നല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ, യുദ്ധം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം പോരാട്ടം. സോ ഇതിനൊടുവിൽ നമ്മുടെ ഗോങ് പറയാണ് നിർത്ത് മതി. ഇപ്പൊ വില്ലനോട് ഗോങ് ചോദിക്കുകയാണ് നിനക്ക് വേണ്ടത് ഈ മുഖംമൂടിയല്ലേ, നമുക്ക് നേരിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് തീരുമാനിക്കാം ആരാ ജയിക്കുന്നത് അയാൾക്ക് ഇതെടുക്കാന്ന് പറയാണ്. വില്ലനും സമ്മതം. അങ്ങനെ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് പോരാടാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഗംഭീര വിഷ്വലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ വെച്ചിരുന്നുണ്ട് കേട്ടോ, നിങ്ങളത് കണ്ടോളൂ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഹാനും അവന്റെ ആൾക്കാരും കൂടെ അവരുടെ കപ്പൽ രക്ഷിക്കാൻ വേണ്ടി പോയല്ലോ. എന്നാൽ പൂർണ്ണമായിട്ടും തകർന്ന് കടലിനടിയിൽ പോയിട്ടുണ്ട്. മാത്രമല്ല തീയോട് കൂടിയിട്ട് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കടലിനടിയിലേക്ക് പോയപ്പോൾ അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ചെറിയ അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു. അതങ്ങോട്ട് പൊട്ടാൻ തുടങ്ങുകയാണ് ചെറുതായിട്ട് കേട്ടോ. അതിന്റെ ഇമ്പാക്ട് ഇപ്പം വരില്ല, ചെറുതായിട്ട് അതിങ്ങനെ പൊട്ടി കാണുന്നുണ്ട്. സോ ഈ ഒരു കാര്യം തീരത്ത് നിന്ന് നമ്മുടെ ഷാൻ കാണുന്നുണ്ട്. മാത്രമല്ല ഇത് കണ്ട് പേടിച്ച ആ ഒരു പെൻഗ്വിൻ നേരെ വെള്ളത്തിലേക്ക് പായുകയാണ്. അതിന്റെ മേത്തൊരു കയറും കെട്ടി അതിന്റെ പിന്നാലെ ഷാനും പോകുന്നുണ്ട്. കാരണം നിധി എവിടെയാണോ അങ്ങോട്ടേക്കായിരിക്കും മിക്കവാറും ഈ ഒരു പെൻഗിനും പോകാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു പെൻഗിന്റെ മേത്ത് കെട്ടി കയറും പിടിച്ചുകൊണ്ട് ഷാൻ വെള്ളത്തിന് അടിയിലൂടെ അങ്ങനെ പോവുകയാണ്. ഒരു ഘട്ടത്തിൽ ശ്വാസം കിട്ടാതായപ്പോൾ അവനൊന്ന് തല മുകളിലേക്ക് പൊന്തിക്കുകയാണ്. ഇപ്പൊ മലയുടെ മുകളിൽ വെച്ച് പോരാട്ടം നടത്തുന്ന നമ്മുടെ ഗോങ്ങും അതുപോലെ തന്നെ വില്ലനും. അപ്പൊ ഈ ഫൈറ്റിനിടയിൽ ഗോങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തൊപ്പി ഉണ്ടല്ലോ നേരെ താഴേക്ക് വീഴാണ്. അത് ചെന്ന് വന്ന് വീണതോ ശ്വാസം എടുക്കാനായിട്ട് തല മുകളിലേക്ക് പൊന്തിച്ച് ഷാനിന്റെ തലയിലേക്കും. ഇത് എന്ത് തേങ്ങയാണെന്ന് കരുതിയിട്ട് ആ മരത്തിന്റെ മുഖം മൂടി അവൻ എടുത്ത് നോക്കുകയാണ്. ഒരുമാതിരി പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുഖം മൂടി. എന്നാൽ അതിനേക്കാളും അവനെ അത്ഭുതപ്പെടുത്തിയത് അതേ ഷേപ്പിലുള്ള ഒരു കുഞ്ഞു ഗുഹ അവൻ അവിടെ കാണുകയാണ്. അതായത് മിക്കവാറും അവിടെ തന്നെയായിരിക്കും ആ ഒരു നിധി ഉണ്ടായിരിക്കുക. ഇതേ സമയം ഹാനെ നോക്കുകയാണെങ്കിൽ അവളും അവളുടെ ആൾക്കാരും കൂടെ എങ്ങനെയൊക്കെയോ കുറച്ചുപേര് മാത്രമായിട്ട് രക്ഷപ്പെട്ടു. പക്ഷേ ഇവർക്ക് ഇനി രക്ഷപ്പെട്ടു പോകണമെങ്കിൽ വേറൊരു കപ്പൽ വേണ്ടേ, വേറൊരു വഴിയില്ല വില്ലന്റെ കപ്പൽ ആക്രമിക്കുകയല്ലാതെ. അങ്ങനെ തന്ത്രപൂർവ്വം തന്നെ ഇവരുടെ ടീമിൽ ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ ഫൈറ്റ് ചെയ്ത് പതിയെ ആ ഒരു കപ്പലിലേക്ക് നുഴഞ്ഞു കയറി. ആദ്യം തന്നെ കയറുന്നത് നമ്മുടെ ഹാനാണ്. പെണ്ണാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഉഗ്രൻ പോരാളിയാണ്, നല്ല ധൈര്യമാണ്. അവള് നിന്ന് പോരാടുകയാണ്. ഇതിനിടയിൽ ബാക്കിയുള്ള ആൾക്കാരും ഇതിലേക്ക് കയറി വന്ന് പതിയെ ഈ വില്ലന്റെ ആൾക്കാർ തോപ്പിച്ച് ആ ഒരു വലിയ കപ്പല് ഇവരിങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു വലിയ ഗുഹ കണ്ട് അങ്ങോട്ടേക്ക് ആ ഒരു വെള്ളത്തിലൂടെ പോകുന്ന ഷാൻ അവസാനം ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് വരികയാണ്. ഗുഹയുടെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു പഴയ കപ്പല് കാണുകയാണ്. അതായത് ഈ പഴയ ഗുഹയുടെ ഉള്ളിൽ ഒരു പഴയ കപ്പല്. അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ ഗുഹയുടെ ഉള്ളിലെ കപ്പലിലേക്ക് വന്ന് കയറി നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അന്ന് വർഷങ്ങൾക്ക് മുന്നേ ആ ജനറൽ ചക്രവർത്തിയുടെ സമ്പത്ത് അടിച്ചു കൊണ്ടുവന്നില്ല, അത് മുഴുവൻ ഈ ഒരു കപ്പലുണ്ടായിരുന്നു. ഇത് കണ്ട ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ഭ്രാന്തളകി കിടന്ന് അലറിച്ചിരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഫൈനലി ഞാൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഇതേ സമയത്ത് തന്നെ കുറച്ച് പെൻഗ്വിൻസ് ഇവന്മാര് മുഴുവനായിട്ടും ഇതിന്റെ പല ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. പതിയെ ഇവന്റെ അടുത്തേക്ക് വരികയാണ്. കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് ഉണ്ടെന്ന് മനസ്സിലായ ഷാൻ ഉണ്ടല്ലോ നമുക്കിതെന്തായാലും പകുതി ആക്കി എടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ കൊടുക്കുകയാണ്. ഒരു പെൻഗ്വിൻ വന്നിട്ട് മുകളിൽ നിന്നും അവന്റെ തലയിലേക്ക് നല്ല പായസം പോലെ അപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വില്ലന്റെ ആ ഒരു കപ്പല് നമ്മുടെ ഹാനും അവളുടെ ആ ഒരു ടീമും കൂടെ പൂർണ്ണമായിട്ടും കീഴടക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കപ്പൽ അവരുടെ കയ്യിലേക്ക് വന്നപ്പോൾ അടുത്ത ദുരന്തം, അതായത് അഗ്നിപർവ്വതം ചെറുതായിട്ട് പൊട്ടിയെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ആ ഒരു തീ കടലിന്റെ അടിയിൽ നിന്നും ഈ ഒരു കപ്പലിലേക്ക് പടർന്ന് കപ്പൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം ഇവർ നോക്കുമ്പോൾ ഒരു ചെറിയ ഗുഹയുടെ ഉള്ളിൽ നിന്നും ഒരു പഴയ കപ്പലുണ്ട് പുറത്തേക്ക് വരുന്നത്. അതിൽ നിറയെ പെൻഗിനുകളും ആ പെൻഗിനെല്ലാം കൂടിയിട്ട് ഒരുത്തിനിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ ഷാനാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കയറ് വെച്ച് ഈ ഒരു കപ്പൽ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുകയാണ്. എല്ലാവരും കൂടെ അതിലേക്ക് കയറുന്നുണ്ട്. നോക്കുമ്പോൾ ഫുള്ളു നിധി, സ്വർണ്ണ നാണയങ്ങൾ. ഷാൻ പറയണ കണ്ടോ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കണ്ടുപിടിച്ചതാണ്, നീയല്ലേ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയണം. എന്നാൽ രക്ഷപ്പെട്ടു. മൂന്നാമതും ഒരു കപ്പൽ കിട്ടി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴല്ലേ അടുത്ത വലിയ മഹാദുരന്തം.
വീണ്ടും രാക്ഷസ തിരമാലകൾ. എത്ര ഉയരുണ്ടെന്ന് പറയാൻ കഴിയില്ല. അത്രയും ഉയരത്തിൽ ആ ഒരു തിരമാല വന്നപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് വളരെ സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കഥാനായിക ഹാന് കപ്പൽ ഓടിക്കുന്നതിൽ ഭയങ്കര ഒരു കഴിവും എക്സ്പീരിയൻസും ഉണ്ട്. അവൾ ആ ഒരു കഴിവ് ഇവിടുന്ന് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഹാനിന്റെ ആ ഒരു കഴിവും ബാക്കിയുള്ള അവരുടെ പ്രയത്നവും എല്ലാം കൂടി ആയപ്പോൾ ഈ രാക്ഷസ തിരമാലയിൽ നിന്നും ഇവർക്ക് പുറത്തേക്ക് സേഫ് ആയിട്ട് വരാൻ കഴിഞ്ഞു. അതുപോലെ മലയുടെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് പോരാടുകയാണല്ലോ. അപ്പൊ ഗോങ്ങും അതുപോലെ തന്നെ വില്ലനും ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ ഗോങ്ങിന്റെ ഷോൾഡറിലേക്ക് തന്നെ അവനൊരു കത്തി കയറ്റുന്നുണ്ട്. ഇത് കണ്ട് അവന്റെ കയ്യിൽ ആയുധമില്ലാതെ നിൽക്കുമ്പോൾ ഗോങ്ങിന്റെ ഒരു കൂട്ടുകാരൻ ഒരു കത്തി അങ്ങോട്ടേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ എയറിൽ വെച്ചിട്ട് അതിലൊരു ഇടിമിന്നൽ തട്ടി അതിലേക്ക് നോക്കി നിന്ന ഈ വില്ലന്റെ ശ്രദ്ധ മാറിയപ്പോൾ ഗോങ് അവന്റെ ഷോൾഡറിൽ നിന്നും ആ ഒരു കത്തി ഊരി, കത്തിയല്ല വാള് ഊരി ഈ ഒരു വില്ലന് ഒരേറ്റ വെട്ടാണ്. മാത്രമല്ല ആ കൂട്ടുകാരൻ എറിഞ്ഞു കൊടുത്ത ആ ഒരു വാള് അത് ആ ഒരു മിന്നലോട് കൂടിയിട്ട് ഈ വില്ലന്റെ നെഞ്ചാങ്കോട്ടിലേക്ക് വന്ന് കയറുകയാണ്. സ്പോട്ടിൽ തീർന്നു. എന്തായാലും ഇതിന് ശേഷം താഴെ നിധിയുള്ള ആ ഒരു കപ്പലിലേക്ക് നമ്മുടെ ഹീറോ അവന്റെ ടീം എല്ലാവരും വന്ന് ജോയിൻ ചെയ്യണം. മാത്രമല്ല കപ്പലിങ്ങനെ പല തവണയായിട്ട് തകർന്നത് കൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന ഈ ഷാന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവള് ബോധമില്ലാതെ ഒരു തീരത്ത് പോയി അടിഞ്ഞു കിടക്കുകയായിരുന്നു. എങ്ങനെയൊക്കെ അങ്ങോട്ടേക്ക് വന്ന ഇവരുടെ ടീമിലുണ്ടായിരുന്ന ആ ഒരു ആർച്ചർ അമ്പെയ്ത്തുകാരൻ ഉണ്ടല്ലോ, അവളെ രക്ഷപ്പെടുത്തുകയാണ്. കാരണം ഇവരുടെ ഇടയിൽ നേരത്തെ ഒരു റൊമാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഥയുടെ അവസാനം നമ്മുടെ ഒരു ഹാൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല ചങ്ങായെ നീ ഇനിയിപ്പോ നമ്മുടെ കൂടെ നിൽക്കുകയാണോ അല്ലെങ്കിൽ ഇവിടെ വിട്ടു പോവാണെന്ന്. അപ്പൊ ഗോങ് പറയാണ്, നീ ഇത്ര നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാം. ഒന്നും നോക്കിയില്ല നമ്മുടെ ഹാന് അവനെ വലിച്ചെടുത്ത് ഒരു ഉമ്മ കൊടുക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരും ഇത് നോക്കി വായം പൊളിച്ച് അങ്ങനെ നിൽക്കുകയാണ്. സോ ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഇതുപോലെയുള്ള അടിപൊളി കഥകൾ വേറെ ഉണ്ട് കേട്ടാ. ഈ സിനിമയുടെ ആദ്യ ഭാഗം തന്നെ ഉണ്ട്. അതുപോലെ ഒരുപാടുണ്ട്. ഇങ്ങനത്തെ കഥകൾ ആവശ്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണോ? തീർച്ചയായിട്ടും അതുപോലെയുള്ള കഥകൾ ഞാൻ കൊണ്ടുവരും. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.